ഈ കൈയിൻ്റെ മുകളിലുള്ള മുഴകൾ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും വല്ല പുഷപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബോക്സിങ് ചെയ്തിട്ടോ ഉണ്ടായിട്ടുള്ള മുഴകളാണെന്ന്. നമ്മുടെ കൂടെ ജോലി ചെയ്യണ നമ്മുടെ മാനേജറിൻ്റെ കൈയിൻ്റെ മുകളിൽ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയതിൻ്റെ ഭാഗമായിട്ട് ടോഫായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഈ എല്ലുകൾക്കിടയിലൊക്കെ ഫോം ആവും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗൗട്ട് അറ്റാക്ക് ഉണ്ടാവുമെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഉണ്ടായിട്ടുള്ള ഗൗട്ട് അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് മുഴച്ചിരിക്കുന്ന കൈയാണ് കേട്ടോ നിങ്ങൾ ഈ കാണണേ. എന്താ കാരണം? നമ്മൾ ഇറച്ചി കൂടുതൽ കഴിക്കണ കാരണമാണ് യൂറിക് ആസിഡ് കൂടുന്നതും ഗൗട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതും എന്നാണ് എപ്പോഴും എല്ലാവരും പറയണേ. എന്നാൽ ശരിക്കും ഇറച്ചി മാത്രമാണോ ഇതിൻ്റെ കാരണക്കാരൻ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയുടെ നോക്കാൻ പോണത്. റെഡി ബും പാ. ഇറച്ചിയും ഷെൽഫിഷും ഉണ്ടല്ലോ, പിന്നെ ബീറും. അത് ഇവിടെ ക്ലിനിക്കിലൊക്കെ പറയണത് അങ്ങനെയാ. അല്ല, പറയണത് അങ്ങനെയാ. പക്ഷെ നമ്മൾ അല്ലേ, നമുക്ക് കേൾക്കാൻ താല്പര്യം ഇറച്ചീനെ കുറ്റം പറയാനുള്ളൂ. അതെ, അത് പറഞ്ഞപ്പോഴാണ് ഇന്ന് നമ്മൾ ഇറച്ചീനെ ഡിഫെൻഡ് ചെയ്യാണ് കേട്ടോ. ഇവിടെ പ്രതിഭാഗം വക്കീലിനെ ഇവിടെ മുൻപന്തിയിൽ നിർത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ അല്ലയോ എന്നൊരു ചോദ്യോത്തരം പോലെയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് കാര്യങ്ങൾ പറയാനായിട്ട് എളുപ്പമുണ്ടാവും. ഇന്നത്തെ എൻ്റെ പേര് LK എന്നാണ്, ലാൽ കൃഷ്ണ ബിരാഡിയാർ. എന്ത് പെരുന്നാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും കോഴിക്ക് ഇരിക്കപ്പുറത്തില്ല എന്ന് പറയുന്ന പോലെയാണ് ലോകത്തിലുള്ള സകല പ്രശ്നങ്ങളുടെയും കാരണം ഇറച്ചി ആണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നതും ഇന്ന് നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ളതും ഇറച്ചീനെ കുറ്റം പറയാനാണ്. അപ്പോൾ ഞാൻ ഈ LK ഇറച്ചീനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. ഇറച്ചി മാത്രമല്ല ഇതിൻ്റെ കാരണക്കാരൻ എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ പുള്ളിയുടെ കൈയിൻ്റെ മുകളിലുള്ള ഇത് കണ്ടില്ലേ, പുള്ളിക്ക് ഇപ്പോൾ ഗൗട്ട് അറ്റാക്ക് ഒന്നുമില്ല കേട്ടോ. 10-15 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഗൗട്ട് അറ്റാക്കിൻ്റെ, അതായത് ഈ ക്രിസ്റ്റൽസ്, യൂറേറ്റിക് ക്രിസ്റ്റൽസ് എല്ലിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളതും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ഓരോന്നായിട്ട് പുള്ളി സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസിലാൻഡ് കണ്ടമാനം, അതായത് ലോകത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗത്ത് പസഫിക് ഐലൻഡേഴ്സ്, അതായത് ഈ ഭാഗത്തുള്ള ഈ ഐലൻഡേഴ്സ് ആളുകളിലാണ് ഏറ്റവും കൂടുതൽ യൂറിക് ആസിഡിൻ്റെ ഇഷ്യൂസ് കാണുക. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ കൈ തന്നെ കാട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയമായിട്ട് നിൽക്കേണ്ടത് എന്താണ് യൂറിക് ആസിഡ്, ഇതെങ്ങനെ കൂടും, ഇപ്പോൾ ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കണതെന്നൊക്കെ ഉണ്ടായിരിക്കും. അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗോൾഡൻ അവിടെ എടുത്തിട്ടുണ്ട്. ഒരു സാധാരണ വ്യക്തിക്ക് ഉണ്ടാവുന്ന സംശയം പോലെയുള്ള ചോദ്യം പുള്ളിക്കാരി ഇങ്ങനെ ചോദിക്കും. ആ ചോദ്യത്തിനൊരു മറുപടി പറയുന്ന പോലെയാണ് ഞാൻ പറയണേ. ഞാൻ പറയണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേവിഡ് പേൾമട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്, പിന്നെ റിക് ജോൺസൺ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഈ യൂറിക് ആസിഡിനെ കുറിച്ചിട്ട് ഈ റീസെൻറ്റ് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഈ പുള്ളിയുടെ ഒരു പുസ്തകമുണ്ട്, ഡ്രോപ്പ് ആസിഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പുസ്തകത്തിനെ അടിസ്ഥാനമാക്കി, അതായത് പുള്ളി ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകം പോലെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അവസാനം ഈ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ ഡയറ്റ് ഫോളോ ചെയ്യണേ, അതുകൊണ്ടാണോ ഇനി നിങ്ങൾക്ക് ഒരു പക്ഷേ യൂറിക് ആസിഡ് കൂടണേ എന്നുള്ളൊരു കൺക്ലൂഷൻ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അഗെയിൻ ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ യാതൊരു അതോറിറ്റി ഉള്ള ഒരാളല്ല, ഡോക്ടറല്ല, എഞ്ചിനീയർ അല്ല, ഇതൊന്നുമല്ല, ഒരു സാധാരണക്കാരനാണ്. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ യൂറിക് ആസിഡിന് പാലിപ്പെരിനോൾ പോലുള്ള ഗുളികയോ അല്ലാച്ചെങ്കിൽ എന്തെങ്കിലും വേറെ മെഡിക്കേഷനോ ഡോക്ടർ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഡയറ്റോ ഇറച്ചി കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചി, അല്ലെങ്കിൽ മീൻ കഴിക്കരുതെന്ന് പറഞ്ഞ മീനൊന്നും ഞാൻ ഈ വീഡിയോ പറയുന്നതിൻ്റെ പേരിൽ മാറ്റിയിട്ട് കഴിക്കാനോ സാഹസം ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. നിങ്ങൾ ഇതിന് ശേഷം മാറ്റിയിട്ട് കഴിക്കാതിരിക്കാനോ? അതായത് അല്ല, ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാനിത് പറഞ്ഞു അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മേലേക്ക് ഇംഗിലാവായിട്ട് വരരുത്. ഞാൻ ഇവിടെ ഒരു സ്റ്റഡി അല്ലാച്ചെങ്കിൽ ആ പുസ്തകം അതുപോലെ തന്നെ ഒരു എന്താണ് അനാവരണം ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും എന്താണ് യൂറിക് ആസിഡ്? നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ കഴിച്ചാലുണ്ടാകുന്ന പ്യൂരിൻ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ്, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന് ആവശ്യമൊന്നും ഇല്ല എന്ന് പറയപ്പെടുന്ന, ഒരു ആവശ്യമില്ലാത്ത ഒരു സാധനം, അത് പ്യൂരിൻ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം ഉണ്ടാവും, എന്താണ് പ്യൂരിൻ എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടാവും. ബയോകെമിസ്ട്രി പഠിച്ചത് നിനക്ക് എന്താ? ബയോകെമിസ്ട്രി പണ്ട് പഠിച്ചിട്ടുണ്ട്. അമൈനോ ആസിഡ് ആണെന്നറിയാം. അമൈനോ ആസിഡ് അല്ല, പ്യൂരിൻസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോടൈഡ്സ് ആണ്. നൈട്രജൻ ഒരു കോഫാക്ടർ ആണ്. അമൈനോ ആസിഡ് ഇസ് എ പ്രോട്ടീൻ. അപ്പൊ അതിടല്ലേ? സോറി, ഞാൻ പണ്ട് പണ്ഡിതയാണ്. പണ്ട് പഠിച്ചാണെങ്കിൽ സാധനം മാറിയിട്ട് ഇപ്പൊ അമൈനോ ആസിഡ് ഒന്നും ആയിട്ടില്ലേ. പക്ഷെ ശരിക്കും ഒരു കോഫാക്ടർ നമ്മുടെ കോശങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സാധനമാണ്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? DNA അല്ലേ? നമ്മുടെ ഇൻഫോർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സാധനമാണ് DNA. എല്ലാ കോശങ്ങളിലും DNA ഉണ്ട്. ഈ DNAക്ക് എന്താണ് ഷേപ്പ്? ഗോവണി ഷേപ്പിലാണ് ഈ DNA നിൽക്കുന്നത്. ഇതിനെ ആക്ച്വലി അല്ലേ നൈട്രജൻ ബേസ്ഡ് ആണ് പ്യൂരിൻസ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ കുറേ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുള്ള, അതിൽ 2 പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് അക്ഷരം നമുക്ക് എടുക്കാം. ഒന്ന് A, രണ്ടാമത്തത് G.
അഡ്നൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്, ന്യൂക്ലിയോടൈഡാണ്. അതുപോലെ തന്നെ ഗുവാനൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. നമ്മൾ അത്രയൊന്നും പഠിച്ച ഓർമ്മ നിൽക്കുന്നുണ്ടാവില്ലെങ്കിലും G, അഡ്നൈൻ, ഗുവാനൈൻ, വിച്ച് ആർ ദ പ്യൂരിൻസ്. ഇപ്പം എന്താ നമ്മൾ പറഞ്ഞേ? പ്യൂരിൻസ് എവിടെ ഉണ്ടെന്ന് പറഞ്ഞേ? കോശങ്ങളിലെ DNA-കളിൽ ഉണ്ട് എന്നല്ലേ പറഞ്ഞേ? നമ്മുടെ ശരീരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കോശങ്ങളാൽ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് നമ്മുടെ ശരീരം. നിറച്ച് DNA-കളില്ലേ നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ? ഉണ്ട്. ഈ DNA-ക്കുള്ളിലൊക്കെ പ്യൂരിൻ ഇല്ലേ? ഉണ്ട്. അപ്പോൾ ഇറച്ചി കഴിക്കേണ്ട കാര്യമുണ്ടോ പ്യൂരിൻ കിട്ടാനായിട്ട്? ആണോ? ഇപ്പോൾ കംപ്ലീറ്റ് ബോഡിയിൽ പ്യൂരിൻ ഉണ്ട്, അഡ്നൈൻ ഉണ്ട്, ഗുവാനൈൻ ഉണ്ട്. അപ്പോൾ ഇറച്ചി കഴിക്കണോ? വേണ്ടല്ലോ. ഇത് നമ്മുടെ ശരീരത്തിലുള്ള സാധനമാണ്. ഇറച്ചി എന്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്? സെൽസ്. പശുവിൻ്റെയും ആടിൻ്റെയും മീനിൻ്റെയും എല്ലാത്തിൻ്റെയും. ഇനി പച്ചക്കറി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ്, ചില പയറ് വർഗ്ഗങ്ങൾ, കോളിഫ്ലവർ, ഇതിനകത്തൊക്കെ ഉണ്ട്. ഈസ്റ്റ്, ഇതൊക്കെ സെല്ലുള്ള സാധനങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പ്യൂരിൻ ഉണ്ട്. പ്യൂരിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റം ഉണ്ടെന്നുള്ളൂ. അപ്പോൾ പ്യൂരിൻസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എന്താണ്? ഒന്ന് എൻഡോജനസ് പ്യൂരിൻസ്, രണ്ടാമത്തത് എക്സോജനസ് പ്യൂരിൻസ്. എന്താണ് എൻഡോജനസ് പ്യൂരിൻസ്? എൻഡോജനസ് ഞാനൊരു സൂത്രവാഴി പറഞ്ഞുതരാം. എൻഡോജനസിലുള്ള പ്യൂരിൻസ്, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം, എന്നാലും നമുക്ക് ഓർക്കാനായിട്ട് ഞാൻ പറയാണ്. എൻഡോജനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിലുള്ള പ്യൂരിൻസ് എന്ന് ആലോചിക്കുക. എന്താണ്? ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾക്കുള്ളിൽ എന്തുണ്ട്? പ്യൂരിൻ ഉണ്ട്, A ഉണ്ട്, G ഉണ്ട്. ഇതെന്താ സംഭവിക്കണേ? നമ്മളിപ്പോൾ എക്സാമ്പിളിൽ എക്സസൈസ് ചെയ്തു. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മസിലൊക്കെ ടിഷ്യൂസ് എല്ലാം ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. ഇതാവണ സമയത്ത് എന്താ ഉണ്ടാവണേ? ഈ DNA-കളെല്ലാം പൊട്ടി പുതിയ കോശങ്ങൾ ഉണ്ടാവണ സമയത്ത് ഈ Aയും ഈ Gയും ഇതിന്ന് സെപ്പറേറ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ആ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ശരീരം തന്നെ ഈ Aനെയും Gനെയും റീസൈക്കിൾ ചെയ്യാൻ ശ്രമിക്കും. കാരണം ഇതിനെ എപ്പോഴും ബാലൻസ് ചെയ്യണം. ഈ സാധനം ശരീരത്തിൽ നിന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ചാവും, അല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂവിന് ഡാമേജ് വരും. സോ ദ ബോഡി കോൺസ്റ്റന്റ്ലി റീപ്ലേസിങ് ഇറ്റ്, റീസൈക്ലിങ്, റീപ്ലേസിങ്. ഇറച്ചി കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ബോഡി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പച്ചക്കറി കഴിക്കുന്നവർ ഇതുണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് എൻഡോജനസ് പ്യൂരിൻസ്. നൗ ദ അതർ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എക്സോജനസ് പ്യൂരിൻസ്? എക്സ്ട്രാ എന്ന് ആലോചിച്ചാൽ മതി. എക്സ്ട്രാ, എക്സോജനസ്, പുറത്തു നിന്നും വരുന്ന പ്യൂരിൻസ് നമ്മുടെ ശരീരത്തിനകത്ത്. ഞാൻ പഠിച്ചിട്ടുണ്ട്. എൻഡോജനസ്, എക്സോജനസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഈ കുട്ടിയിട്ട് ഭയങ്കര പണ്ഡിതേ ഉള്ളു. കോടതിയിൽ വന്നിട്ട് ഇങ്ങനെ നീ ഇതാണോ നിന്റെ ഡിഫൻഡന്റ്? ശരി, ഞാൻ ഡിഫൻഡന്റ് ആണ്. ഓക്കെ. എക്സോജനസ് എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം എന്തൊക്കെയാണ്? ഇറച്ചി, റെഡ് മീറ്റ്, വൈറ്റ് മീറ്റ്, പിന്നെ പോർക്ക് ഇറച്ചി, സാഡീൻ, സീ ഫുഡ്, കക്ക ഇറച്ചി, ഇതൊക്കെ കോശങ്ങളാൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കോളിഫ്ലവർ, അതല്ല വെച്ചെങ്കിൽ ചില ബീൻസ്, നമ്മുടെ രാജമ ബീൻസ്, ഈ സാധനത്തിലൊക്കെ എന്തുണ്ട്? പ്യൂരിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കണ സമയത്തും നമ്മുടെ ശരീരത്തിലേക്ക് ഈ DNA അല്ലെങ്കിൽ സെല്ലുകൾ കയറുന്നതിൻ്റെ ഒപ്പം പ്യൂരിൻസ് വരും. നമ്മൾ ഇതിന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ പ്യൂരിൻസ് മെറ്റബോളൈസ് ചെയ്യും. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്തുണ്ടാവുന്നുണ്ട്? യൂറിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്ര ഗ്രാം ഇറച്ചിയാണ് ഒരു ദിവസം കഴിക്കുന്നുണ്ടാവുക? ഒരു ശരാശരി മലയാളി നമ്മൾ ആവശ്യത്തിന് പോലും പ്രോട്ടീൻ കഴിക്കുന്നില്ലാത്ത ആൾക്കാരാണ്. നിങ്ങൾ നോക്കിയൊക്കെ, പ്രോട്ടീൻ ഡെഫിഷ്യൻറ്റ് കൺട്രിയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നിങ്ങളുടെ ശരീരം ഈ 70 കിലോ 80 കിലോ തൂക്കമുള്ള സെല്ലിൽ എല്ലാത്തിലും പ്യൂരിൻ ഉണ്ട്. അപ്പോഴാണ് ഒരു ദിവസം കഴിക്കുന്ന കുറച്ച് പ്യൂരിൻ, 200 ഗ്രാമിലുള്ള പ്യൂരിനെ നമ്മൾ ഏറ്റവും കൂടുതൽ പായിക്കുന്നത്. ആൻഡ് യുവർ ബോഡി യെറ്റ് മേക്കിംഗ് മോർ ദാൻ 15 ടൈംസ് എക്സ്ട്രാ പ്യൂരിൻസ് ദാൻ വാട്ട് യു ആർ കൺസ്യൂമിങ് ഇൻ എ ഡേ. ഒരു ദിവസം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ പ്യൂരിൻ നമ്മുടെ ശരീരം എല്ലാ ദിവസവും ഡീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെറ്റബോളൈസും സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ബോഡി കറക്റ്റായിട്ട് അതിനെ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്ത് കളയുന്നുണ്ട്. ദെൻ നിങ്ങൾ എങ്ങനെയാണ് സിക്കാകുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് യു ആർ ഗെറ്റിംഗ് എലിവേറ്റഡ്, ഉയർന്ന യൂറിക് ആസിഡ് ലെവൽസ് ഇൻ യുവർ ബോഡി? അത് ഞാൻ തോന്നുന്നു ചിലപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നേ. ഇപ്പൊ ഈ ഷെൽഫിഷോ അല്ലെങ്കിൽ ബിയറൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണല്ലോ ഇവർക്ക് ഈ ഗൗട്ട് അറ്റാക്ക് ഉണ്ടാവണേ. അതെങ്ങനെയാന്ന് മീൻസ് അങ്ങനെ ഒരു കുഴപ്പമില്ലെങ്കിൽ അതൊന്നും കുടിച്ചാലും കഴിച്ചാലും കുഴപ്പമില്ലെങ്കിൽ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ കൊള്ള, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഐ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, ഡോണ്ട് വറി. എന്തായിരിക്കും കാരണം? ഇപ്പോൾ മനുഷ്യനുണ്ട്, ചില കുരങ്ങ് വർഗ്ഗങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള സസ്തനികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിലും യൂറിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കുമല്ലോ, കാരണം പ്യൂരിൻ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരും. യൂറിക് ആസിഡ് ഉണ്ടാവും. ഈ യൂറിക് ആസിഡിനെ യൂറിക്കേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമാണ് മെറ്റബോളൈസ് ചെയ്യുന്നത്. ഇനി കിളികളിൽ എങ്ങനെയാണ് യൂറിക് ആസിഡ് ഡിസ്പോസൽ നോക്കി നോക്കിയാൽ? കിളികൾക്ക് മൂത്രമൊഴിച്ച് കളയാനുള്ള സംവിധാനം ഉണ്ടാ? ഇല്ലല്ലോ, കിളിക്ക് ആ സുനിയില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കിളിയുടെ അപ്പി നല്ല ക്രീമി കളറിൽ വെള്ള നിറത്തിൽ കണ്ടിട്ടില്ലേ? എന്താ സാധനം? യൂറിക് ആസിഡാണ്.
കിളിക്കും യൂറിക് ആസിഡ് ഉണ്ട് ഇല്ലേ? ഇറച്ചി തിന്നണ കിളി എന്തോരുണ്ട്? പ്രാവൊക്കെ ഇറച്ചി തിന്നിട്ട് നടക്കണേ? അല്ല, പ്രാവിനുണ്ട് യൂറിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പ്രാവിന് യൂറിക് ആസിഡ് വന്നേ? ഇറച്ചി തിന്നാൽ മാത്രമല്ല യൂറിക് ആസിഡ് വരിക എന്നുള്ളത് മനസ്സിലായി. എല്ലാ ജീവികളിലും യൂറിക് ആസിഡ് മെറ്റബോളിസം നടക്കണം. ഇതൊരു നൈട്രജൻ ബേസ് സാധനമാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇതിൻ്റെ ബാക്കി മാലിന്യങ്ങളിൽ നിന്ന് പുറം തള്ളിയേ മതിയാകൂ. അപ്പോൾ കിളിക്ക് ഈ അപ്പിയിൽ കാണുന്ന വെള്ള നിറത്തിലുള്ള സാധനം യൂറിക് ആസിഡാണ്. അതാണ് നമ്മുടെ കാറിൻ്റെ മുകളിലൊക്കെ കിളി തൂറിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറുതായിട്ട് പൊള്ളൽ പോലെ കണ്ടിട്ടുണ്ട്, അവിടെ കളർ ചേഞ്ച് ആവും. ഈ സാധനം ഇറച്ചി തിന്നേണ്ട കാര്യമൊന്നുമില്ല കിളിക്ക്. ഈ സാധനം ഉണ്ട് കൃത്യമായിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ട്. ഗൗട്ടുള്ള കിളിനെ നീ കണ്ടിട്ടുണ്ടോ ഗോൾഡൻ? നീ ഗോൾഡൻ ചോദിക്കുക നോക്കിയാൽ ഗൗട്ട് നമ്മുടെ ദിനോസറിൻ്റെ കാലം മുതലുണ്ട് കേട്ടാ. ചില ദിനോസറിൻ്റെ മറ്റേ ഫോസിലൊക്കെ നോക്കുന്ന സമയത്ത് മറ്റേ ഫാസിൽ ഡൈനോസർ, ഓക്കെ, ഡൈനോസർ, ടീറക്സ്. പക്ഷേ മനുഷ്യനിൽ യൂറിക് കേസ് ഇല്ല. നമ്മളെന്താ ചെയ്യണേ? നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നു, മെറ്റബലൈസ് ചെയ്യുന്നു, നമ്മുടെ കിഡ്നിയിലേക്ക് ഇത് ചെല്ലുന്നു. കിഡ്നിയിൽ നിന്ന് മൂത്രത്തിലൂടെ യൂറേറ്റ്സ്, അതുകൊണ്ട് യൂറിക് ആസിഡ്, യൂറി എന്ന് കേൾക്കുന്ന സാധനമൊക്കെ മൂത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ മതി. യൂറി അല്ലാട്ട, യൂറി. മൂത്രത്തിലൂടെ ഇത് പോവുകയും ചെയ്യും. അങ്ങനെയാണ് മനുഷ്യൻ ഈ സാധനത്തിനെ ബാലൻസ് ചെയ്യണ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സാധനം കിഡ്നിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ, മൊത്തം പോണ്ട യൂറിക് ആസിഡ് അല്ലേ, മൊത്തം പോവില്ല. ഏതാണ്ട് പകുതിയോളം യൂറിക് ആസിഡിനെ വീണ്ടും നമ്മുടെ കിഡ്നി തിരിച്ച് ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യും. നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ് എങ്കിൽ ദ ക്വസ്റ്റ്യൻ ഇവിടെ പെൽമെട്രി ചോദിക്കുന്നത്, വൈ ഈ യൂറിക് ആസിഡ് വീണ്ടും കിഡ്നിയിലൂടെ അബ്സോർബ് ചെയ്യണു? അങ്ങനെയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം, ഒരു ദുരുദ്ദേശം ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു സംശയത്തിൽ നിന്നാണ് ആക്ച്വലി ഇവരൊക്കെ അങ്ങനെയാണല്ലോ, പല സംശയങ്ങളിൽ നിന്നാണല്ലോ സ്റ്റഡീസ് വരുന്നത്. ഇനി യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവണ അതിൻ്റെ എക്സ്ട്രീം അസുഖം എന്ന് പറയുന്നത് ഗൗട്ട്. ഈ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും നമ്മുടെ ബ്ലഡിൽ പുറത്തു പോവാതെ കിഡ്നി അബ്സോർബ് ചെയ്തിട്ട് കണ്ടമാനം യൂറിക് ആസിഡ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ വരികയും ഈ യൂറിക് ആസിഡിനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ ബ്ലഡിൽ നിന്ന് എല്ലിൻ്റെയും ഈ നക്കിൾസിൻ്റെയും കാലിൻ്റെ ഒക്കെ അറ്റത്തേക്ക് ഇവൻ പോയിട്ട് എന്താ കാരണം ക്രിസ്റ്റൽസ്, യൂറേറ്റ് ക്രിസ്റ്റൽസ് എങ്ങനെയായിരിക്കും? നീഡിൽ പോലെയാണെന്നാണ് പറയണേ. അതിങ്ങനെ മുകളിലേക്ക് ഷാർപ്പായിട്ട് ഇരുന്നിട്ട് ന്യൂസിലാൻഡിൽ ഉടനീളം കണ്ടിട്ടാ, പ്രത്യേകിച്ച് തണുപ്പ് കണ്ടീഷൻ വരുന്ന സമയത്ത് ഇത് അങ്ങോട്ട് ഫ്ലെയറപ്പ് ആവും. എന്തുണ്ടാവണേ? ഷാർപ്പ് എഡ്ജസ് ഉള്ളിൽ നിന്ന് ഈ സ്കിന്നിൻ്റെ മുകളിൽ കുത്തിയിട്ട് അവിടെ മുറിവുകൾ ഉണ്ടാവും, ഇൻഫ്ലമേഷൻ ഉണ്ടാവും, തടിച്ചു വീർക്കും. അങ്ങനെ ഉണ്ടായിട്ട് ഈ കാണുന്ന അതിനെ പറയുന്നത് ടൊഫൈ എന്നാണ്. ഈ സാധനം ഭയങ്കര വേദനയാണ്. അതിൻ്റെ എക്സ്ട്രീം കണ്ടീഷൻ അതിനെയാണ് നമ്മൾ ഗൗട്ട് എന്ന് വിളിക്കുന്നത്. ഗൗട്ട് ഇതിൻ്റെ എക്സ്ട്രീം കണ്ടീഷനാണെന്ന് വെച്ചെങ്കിൽ ബാക്കി, അതായത് എലിവേറ്റഡ് യൂറിക് ആസിഡ് ലെവൽസ് ഉണ്ടാകുമ്പോൾ തൊട്ടേ ശ്രദ്ധിക്കണം എന്നാണ് പെൽമെട്രി പറയുന്നത്. എന്താ കാര്യം എന്നറിയോ? ഇത് നമ്മുടെ മെറ്റബോളിക് കണ്ടീഷൻസ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ്, നമുക്ക് തടി വയ്ക്കുന്നത്, പ്രമേഹം, കാർഡിയാക് വാസ്കുലർ ഇഷ്യൂസ്, ഇത്തരത്തിലുള്ള ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ലീഡ് ചെയ്യിപ്പിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ് എലിവേറ്റഡ് യൂറിക് ആസിഡ് ലെവൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാരണത്തിലേക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒരു 4-5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാം. നമ്പർ 1, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. എന്താണ്? ഓവർ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൽക്കഹോളിൻ്റെ കൂട്ടത്തിൽ വരുന്ന മറ്റൊരു സാധനമാണ് ഫ്രൂട്ട് ജ്യൂസസ്. എക്സാമ്പിളിന് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ ഈ സോഡ ഡ്രിങ്ക്സ്, കണ്ടമാനം പഞ്ചാരിട്ടുള്ള സോഡ ഡ്രിങ്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് തന്നെ നമ്മളൊക്കെ രാവിലെ മേടിച്ച് കുടിക്കുന്ന ഫ്രൂട്ട്സിന് പകരം ഓറഞ്ച് ജ്യൂസൊക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്ന ആൾക്കാരില്ലേ, എന്താണ് അതിലുള്ള ഷുഗർ, അതൊക്കെ നമുക്ക് തിരിച്ചെത്താം. ദാറ്റ് ഈസ് എ നമ്പർ 1. രണ്ടാമത്തെ റീസൺ ആയിട്ട് കണ്ടിട്ടുള്ളതായിരിക്കും എന്തായിരിക്കും? നമ്മൾ കഴിക്കുന്ന ഇറച്ചി അല്ലെങ്കിൽ പ്യൂരിൻ റിച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂടുന്നു കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? കോൾഡ് കേട്ടിട്ടുണ്ട്. നമ്പർ 3, നമുക്ക് എന്തെങ്കിലും മെറ്റബോളിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഒബേസിറ്റി അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡയബറ്റിക് കണ്ടീഷൻസ്, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ കൂടാൻ സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ കാരണം? അതുകൊണ്ട് നമ്മുടെ കിഡ്നിക്ക് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാത്ത കാരണം കിഡ്നിയിലുള്ള ഇത് റിമൂവൽ നടക്കണില്ല, വീണ്ടും അബ്സോർബ് ചെയ്യപ്പെടുക. അതുകൊണ്ട് ഈ സാധനം കൂടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 4ാമത്തെ റീസൺ, എന്തെങ്കിലും ഓർഗൻ ഫെയിലിയർ, ഇപ്പോൾ ലിവർ ഫങ്ഷൻ ചെയ്യാത്തവർ, അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻ ചെയ്യാത്ത ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൽ ഫങ്ഷൻസ് പ്രശ്നങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ അങ്ങനത്തെ ആളുകളിൽ ഈ യൂറിക് ആസിഡ് കൂടിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. പിന്നെ കാണുന്നതാണ് ഫ്രക്ടോസ് മെറ്റബോളിസം, വിച്ച് ഈസ് ദ 5th one.
ഏറ്റവും തീരെ ഒരു വില കൊടുക്കാത്ത ഒരു സാധനമാണ് ഫ്രക്ടോസ് മെറ്റബോളിസം. ഫ്രക്ടോസ് മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എലിവേറ്റഡ് യൂറിക് ആസിഡ് ലെവൽസ് വന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഇനിയുള്ളത് വൈറ്റമിൻ ഡി, പിന്നെ അങ്ങനെ കുറച്ച് മറ്റുള്ള സാധനങ്ങളുണ്ട്. ഞാൻ പ്രധാനമായിട്ടുള്ള 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൽ 5ാമത് കിടക്കുന്ന ഒരു പ്രയോറിറ്റിയും കൊടുക്കാത്ത ഫ്രക്ടോസിനെയാണ് ഞാൻ ഇന്ന് ഇറച്ചിയെ വെച്ച് ഡിഫെൻഡ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഫ്രക്ടോസ് മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ എലിവേറ്റഡ് യൂറിക് ആസിഡ് ലെവൽസ് ഉണ്ടാക്കണം എന്നുള്ളത്. ഇതാണ് പുള്ളിയുടെ ഡ്രോപ്പ് ആസിഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിലും പുള്ളി പ്രതിപാദിച്ചു വരുന്നത്. ഓവർ കൺസംഷൻ ഓഫ് ഫ്രക്ടോസ് അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ്, കാർബ്സ്, ഷുഗേഴ്സ്, ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എലിവേറ്റഡ് യൂറിക് ആസിഡ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. സോ വാട്ട് ഈസ് ഫ്രക്ടോസ് ഡൂയിങ് ടു അസ്? നമുക്കിങ്ങനെ ഈ ഫ്രക്ടോസ്, സുക്രോസ്, പുക്രോസ്, പത്രോസ് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ ചക്ക എന്തുട്ടാ പറയണേ അല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് കേൾക്കാൻ പ്രത്യേകിച്ച് കേൾക്കാൻ താല്പര്യമില്ല. നമുക്ക് ആ കൂടി കേൾക്കാൻ താല്പര്യമുള്ള കാര്യം ഇറച്ചി തിന്നരുത് എന്ന് പറയുന്ന കാര്യം മാത്രമാണ്. അതല്ല വെച്ചാൽ ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് ടേംസ് ഒക്കെ കേൾക്കുമ്പോൾ സകലമാന കുരുവും പൊട്ടും. ഫ്രക്ടോസ് എന്ന് പറഞ്ഞ സാധനമൊന്നും ഇല്ല എന്ന് തന്നെ നമ്മൾ ഓൾറെഡി ചിന്തിച്ചിട്ടാണ് തുടങ്ങുക. എന്തോ വലിയ സയൻസ്, അതെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ നമ്മുടെ പഠനങ്ങൾ തന്നെ സെല്ലുലാർ ലെവലിലോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തി നിർത്തിയിരിക്കുകയാണ് നമ്മൾ തന്നെ. അത് തന്നെയാണ് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ വാട്ട് ഈസ് ഫ്രക്ടോസ്? ഇറ്റ് ഈസ് എ ഫ്രൂട്ട് ഷുഗർ. പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഷുഗറിലുള്ള ഒരു സാധനമാണ് ഫ്രക്ടോസ്. വാട്ട് ഈസ് ഫ്രൂട്ട് ഷുഗർ? സുക്രോസ്. എ ഗ്ലൂക്കോസ് ആൻഡ് എ ഫ്രക്ടോസ് വിച്ച് ഈസ് സുക്രോസ് ഈസ് ദ ഫ്രൂട്ട് ഷുഗർ. ഇപ്പോൾ എക്സാമ്പിളിന് ഒരു പഴത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴവർഗ്ഗം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 10 ഗ്രാം പഞ്ചാര ഉണ്ട് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അതിൽ 5 ഗ്രാമോളം പകുതി ഒരെണ്ണം ഫ്രക്ടോസ് ആയിരിക്കും. ഈ ഫ്രക്ടോസിൻ്റെ മെറ്റബോളിസം എന്താണ് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ എക്സാമ്പിളിന് ഒരു മുന്തിരി കഴിച്ചു എന്ന് വിചാരിക്കുക. അതല്ല വെച്ചെങ്കിൽ ഒരു 100 ഗ്രാം മുന്തിരി. 100 ഗ്രാം മുന്തിരിയിലുള്ളത് ഏതാണ്ട് 30-35 ഗ്രാം പഞ്ചസാരയാണ്. ഉണക്കമുന്തിരി അല്ലാട്ട ഫ്രഷ് മുന്തിരി. ഉണക്കമുന്തിരി എടുത്തു വെച്ച് കഴിഞ്ഞാൽ 65 ഗ്രാമോളം പഞ്ചാര ഉണ്ടാവും. കാരണം അതിൽ വെള്ളം പോയി. ഈ 35 ഗ്രാം അല്ലെങ്കിൽ 40 ഗ്രാം കണക്കെടുക്കുക. അപ്പോൾ എളുപ്പമുണ്ട്. 20 ഗ്രാം ഫ്രക്ടോസ് വന്നു എന്ന് വിചാരിക്കുക. ദിസ് ഫ്രക്ടോസ് ആക്ച്വലി നമ്മുടെ ചെറുകുടലിൽ ഇതിൻ്റെ മെറ്റബോളിസം സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഗ്ലൂക്കോസ് ആണെങ്കിൽ ചെറുകുടലിൽ നടക്കും കുറേയൊക്കെ. അവിടെ നിന്ന് തന്നെ മെറ്റബോളൈസ് ചെയ്ത് ബോഡി ബ്ലഡ് സ്ട്രീമിലേക്ക് കയറി അവിടെ നിന്ന് തന്നെ യൂസ് ചെയ്ത് പോകാനുള്ള സംവിധാനം ഉണ്ട് എങ്കിൽ വളരെ കുറച്ച് മാത്രം ഫ്രക്ടോസാണ് ചെറുകുടലിൽ മെറ്റബോളൈസ് ചെയ്യുള്ളൂ. ബട്ട് ഓൾറെഡി നമ്മൾ കാർബ് റിച്ച് ഫുഡ് അല്ലെങ്കിൽ ഷുഗർ റിച്ച് ഫുഡാണ് കഴിക്കണമെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഫ്രക്ടോസ് ഗോസ് ടു വെയർ? ലിവർ. നമ്മുടെ കരളിലോട്ടേക്ക് യാത്ര ചെയ്യാണ്. കരളിലാണ് ഫ്രക്ടോസ് മെറ്റബോളൈസ് ചെയ്യപ്പെടുന്നത്. ആ മെറ്റബോളൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് ഫ്രക്ടോകൈനേസ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെടുകയാണ് ഇവനെ, അതായത് ഫ്രക്ടോസിനെ മെറ്റബോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ ബയോകെമിസ്ട്രി ടെർമിനോളജികൾ വരുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും ഉപയോഗിക്കുന്നില്ല. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യണ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവിടെ ആഡ് ചെയ്യണത്? നമ്മുടെ സെൽസ് ഉണ്ടാക്കുന്ന എനർജി, ദ സെല്ലുലാർ എനർജി. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ATP, അഡ്നോസൈൻ ട്രൈ ഫോസ്ഫേറ്റ്. വാട്ട് ഈസ് അഡ്നോസൈനിലുള്ളത്? അഡ്നൈൻ. എന്താ സാധനം? അഡ്നൈൻ. നമ്മൾ നേരത്തെ DNA കണ്ടിട്ടുള്ള അഡ്നൈൻ. വാട്ട് ഈസ് അഡ്നോസൈൻ? എ റൈബോസ്, ഒരു ഷുഗർ. സോ യു ഹാവ് എൻ അഡ്നൈൻ, ഒരു ഷുഗർ, ദെൻ യു ഹാവ് 3 ഫോസ്ഫേറ്റ്. 3 ഫോസ്ഫേറ്റ് ഉണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഫോസ്ഫോറിലേഷൻ സംഭവിക്കുന്നത്. അവിടേക്കൊന്നും പോകണ്ടട്ടാ. പറഞ്ഞു വരുന്നത് എന്താ വെച്ചെങ്കിൽ ഇവിടെ ഒരു അഡ്നൈൻ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഫ്രക്ടോസിൻ്റെ മെറ്റബോളിസത്തിൽ കൃത്യമായിട്ട് ATP ഡിപ്ലീറ്റ് ചെയ്യപ്പെടുകയാണ് സംഭവിക്കണേ. അറ്റ് ദ എൻഡ് ആ പ്രോസസ്സ് നിങ്ങളൊന്ന് നോക്കിക്കോ. കുറേ ഉണ്ട് ഇങ്ങനെ ചറന്ന് പറഞ്ഞിട്ട് മുഴുവൻ പറഞ്ഞു പോയാൽ എൻ്റെ കിളി പോവും, നിങ്ങളുടെയും കിളി പോവും. ഏറ്റവും അവസാനത്തിൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യൂറിക് ആസിഡാണ്. ഫ്രക്ടോസ് മെറ്റബോളിസത്തിൻ്റെ അവസാന കണ്ണി വന്ന് നിൽക്കുന്നത് യൂറിക് ആസിഡാണ്. ആ യൂറിക് ആസിഡ് ആക്കണേക്കാളും തൊട്ട് മുന്നേ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ദിസ് ഫ്രക്ടോസ് വിൽ കൺവേർട്ട് ഇൻ ടു ഫാറ്റ് ആൻഡ് സ്റ്റോർഡ് ആസ് എ ഫാറ്റ്. ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്യാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. കള്ളു കുടിക്കാത്ത ആൾക്കാർക്കും വരുന്ന ഫാറ്റി ലിവർ ഡിസീസ് കമ്മിങ് ഫ്രം വാട്ടർ, ഈറ്റിംഗ് ടു മച്ച് ഷുഗർ ആൻഡ് കാർബ്സ്. കാപ്സിലേക്ക് ഞാൻ എത്താം. അതൊക്കെ വേറൊരു സാധനം. അതിലൊക്കെ ഞാൻ വരുന്നുണ്ട്. ഈറ്റിംഗ് ടു മച്ച് ഷുഗർ. ഇന്ന് ഷുഗർ കുടിക്കുക. ന്യൂസിലാൻഡിലൊക്കെ 1.5 ലിറ്റർ 2 ലിറ്റർ ഷുഗർ കുടിക്കുന്നത്. പച്ചവെള്ളത്തിലും കൊക്കക്കോളയിലും ഊത്തിയിട്ട്. യു ആർ ഡ്രിങ്കിങ് ഷുഗർ. US 5% കുട്ടികളിൽ ഇന്ന് ഈ ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടെന്നാണ് പറയുന്നത്. നോൺ ആൽക്കഹോളിക് ഫാറ്റി. അവർ കള്ളു കുടിച്ചിട്ടല്ല, ഈ സാധനം കാരണം. ഫ്രക്ടോസ് മെറ്റബോളിസത്തിൻ്റെ ഏറ്റവും അവസാന കണ്ണിയിൽ ഇപ്പോൾ എന്താ ഉണ്ടായി? യൂറിക് ആസിഡ് ഉണ്ടായി. ശ്രദ്ധിക്കുന്നുണ്ടാ? യൂറിക് ആസിഡ് എവിടെ നമ്മൾ ചിന്തിക്കുന്നില്ല. പഞ്ചസാര കഴിച്ചത് വരണം. നോ, യു ഡോണ്ട് വാണ്ട് ടു ലിസൺ ടു ഇറ്റ്.
അത് കേൾക്കണതേ നമുക്ക് തലയ്ക്ക് ഭ്രാന്താ. കാരണം ഷുഗർ കഴിക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്. ഇന്ന് ബേക്കറി പ്രോഡക്റ്റ് ഇന്ത്യയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് വളരെ കുറവ് ഉപയോഗിക്കുന്നത്. റേദർ ദാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പഞ്ചാര തന്നെയാണ്. രണ്ടും ശിഷ്ടഫലം ഒന്നാണ്. ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പിൽ ഫ്രക്ടോസ് തന്നെയാണ്. നിങ്ങൾക്ക് കുറച്ചായിട്ട് ഇതിൽ കൂടുതൽ ഷുഗർ, കൂടുതൽ മധുരം കിട്ടും. ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് കോൺ ഉണ്ടാക്കുന്ന ഒരു സാധനം എന്താ ഗുണം? പഞ്ചസാരേനേക്കാളും വില കുറവാ. ഇല്ലെങ്കിൽ ബേക്കറി ഇത്രയും വില കുറവ് കൊടുക്കാൻ പറ്റില്ല. ഡയറക്റ്റ്ലി ഫ്രക്ടോസാണ് ആഡ് ചെയ്യണത്. ബ്രെഡ്, ജ്യൂസ്, എന്തിന് പറഞ്ഞു ഇവിടെ വീടിൻ്റെ അകത്ത് മേടിച്ച് വെച്ചിട്ടുള്ള സോസിനകത്ത് പോലും ഉള്ളത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ്. അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്യും, എന്നാലേ ടേസ്റ്റ് കിട്ടുന്നുള്ളൂ. യു ഈറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. എന്താ സംഭവിക്കുന്നത്? റാപ്പിഡ് പ്രൊഡക്ഷൻ ഓഫ് ഫാറ്റ്. പെട്ടെന്ന് ഫാറ്റ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കും. ഈ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കാരണങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് യൂറിക് ആസിഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബോഡിയിൽ. ആൻഡ് യു ആർ മേക്കിംഗ് സോ മച്ച് യൂറിക് ആസിഡ് സർക്കിളിങ് അറൗണ്ട് യുവർ ബോഡി. ഇറച്ചി കഴിച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്പീഡിൽ ഉണ്ടായില്ല. ഇറച്ചിയൊക്കെ ഒന്ന് പ്രോസസ്സായി ഡൈജഷൻ നടന്ന് അബ്സോർബായി വരണമെങ്കിൽ എത്ര സമയം എടുക്കും? നിങ്ങൾ നോക്കി നോക്കിയാൽ കുറേ സമയം എടുക്കും. ഇതെന്തുണ്ടായേ? സ്പോട്ടിൽ ഷുഗർ കയറി. ഷുഗർ എന്താ? സൂപ്പർ എനർജിയാണ്, ഈസി എനർജി. യുവർ ബോഡി ടേക്ക് ഇറ്റ്, സെൻഡ് ഇറ്റ് ബാക്ക് ടു ലിവർ, ബൂം പാങ്, സാധനം റെഡി ഓൺ ദ സ്പോട്ടിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്തു. വൈ ദിസ് ഈസ് ഹാപ്പനിങ്? ഇവിടെയാണ് കൂട്ടുകാരെ ഞാൻ നിങ്ങളെ ഒരു 15 മില്യൺ വർഷങ്ങളിൽ മുന്നിലോട്ടിലേക്ക് കൊണ്ടുപോകണം. നമുക്കൊരു ഇവല്യൂഷണറി ചേഞ്ച് വരുന്ന ഒരവസ്ഥയിലോട്ട് അല്ലേ? ഓൾറെഡി കിളി പോയി തോന്നുന്നുണ്ട്. ചെറുതായിട്ട് നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ആൾക്കാർക്കും ഭ്രാന്താവും. സിറ്റ്, സമയമില്ല വെച്ചെങ്കിൽ പോസ് ചെയ്യുക, തിരിച്ചു പോവുക, തിരിച്ചു വരിക. അല്ല വെച്ചെങ്കിൽ പുള്ളിയുടെ ബുക്കിരുന്ന് വായിക്കുക. മിഡിൽ മയോസീൻ എറ എന്നാണ് പറയണേ. 15 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ദഹിക്കില്ല കേട്ടാ. മനുഷ്യന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അഡ്വാൻറ്റേജ് ആയി കിട്ടിയിട്ടുള്ള ഇവല്യൂഷണറി ചേഞ്ചുകളിൽ ഒന്നാണ് യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ എക്സസ് യൂറിക് ആസിഡ് ഇൻ ദയർ ബോഡി എന്നാണ് പറയണേ. എന്താ കാരണം? 15 മില്യൺ വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു സ്പീഷീസ് ഓഫ് കുരങ്ങ് വർഗ്ഗങ്ങൾ 15 വർഷം മുന്നേ ഒരു രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ യൂറിക് ആസിഡ് കൂടുതലായിട്ടുണ്ടായേ. അവരിൽ യൂറിക് ആസിഡിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അതുവരെ യൂറിക് ആസിഡ് ആയിരുന്നു എന്തിനെ? ഈ പ്യൂരിൻ മെറ്റബോളിസത്തിൽ യൂറിക് ആസിഡ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ മെറ്റബോളൈസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഒരു കുരങ്ങ് വർഗ്ഗത്തിൽ അല്ലെങ്കിൽ കുറച്ച് കുരങ്ങ് വർഗ്ഗങ്ങളിൽ ചെറിയൊരു മാറ്റം കാണുകയാണ്. ഈ യൂറിക് ആസിഡ് കുറയുകയും യൂറിക് ആസിഡ് ബോഡിയിൽ കൂടി വരികയും ചെയ്യണം. എന്താണ് കാരണം? അന്ന് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഐസ് ഏജിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഈ മാതിരിയുള്ള ഫുഡ് ഒന്നും അവൈലബിൾ അല്ല. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് വളരെ അളവിൽ കുറവുള്ള ഒരു സാധനമായിരുന്നു ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഫ്രൂട്ട്സ് എപ്പോഴാണ് കിട്ടുക? അല്ലെങ്കിൽ ബെറീസ് എപ്പോഴാണ് കിട്ടുക? സ്പ്രിംഗ് സമയത്ത് പൂ വിരിഞ്ഞ് സമ്മറിൻ്റെ അവസാനത്തിലേക്കാണ് പഴവർഗ്ഗങ്ങൾ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ബെറീസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വിൻ്ററിന് തൊട്ട് മുന്നേ ഈ ബെറീസ് കിട്ടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ ബെറീസ് നമ്മൾ കഴിക്കുമ്പോൾ ഫ്രക്ടോസ് അല്ലെങ്കിൽ ഷുഗർ നമ്മുടെ ശരീരത്തിലേക്ക് വരികയും ശരീരത്തിലേക്ക് വരുന്ന ഫ്രക്ടോസിനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്റ്റോർ ചെയ്തിട്ട് ഫാറ്റാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൻ്റർ സമയത്ത് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയ ശരീരം നിങ്ങൾ സസ്റ്റെയിൻ ചെയ്യണമല്ലോ. ജീനോം ഇതെല്ലാം ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട്. നടക്കുന്ന സമയത്ത് ഒബ്സർവ് ചെയ്യാണ്, യൂറിക് ആസിഡ് കൂടുന്ന സമയത്ത് ഫാറ്റ് സ്റ്റോറേജ് കൂടുന്നുണ്ട് എന്ന് ഈ ജീനോം മനസ്സിലാക്കുകയും യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് അതിനെ ബാക്കി വരികയാണെങ്കിൽ മൂത്രത്തിലൂടെ കളയുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും യൂറിക് ആസിഡ് കൂടി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഫാറ്റ് സ്റ്റോറേജ് കൂടണേ? അതല്ലെങ്കിൽ എനർജി എങ്ങനെയാണ് ബോഡി സേവ് ചെയ്യണം അല്ലേ? യൂറിക് ആസിഡ് എലിവേറ്റ് ആവുന്ന സമയത്ത് പല സെല്ലുലാർ സിഗ്നലുകൾ തന്നെയും ഓൺ ആക്കാനായിട്ടും ഓഫ് ആക്കാനായിട്ടും ഈ യൂറിക് ആസിഡ് ഒരു കാരണം, ഒരു ട്രിഗറായിട്ട് മാറുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഒബ്സർവ് ചെയ്യുന്നത്. എന്താ കാരണം? ഞാൻ ഒരുപാട് കെമിക്കൽ നെയിമുകളോ അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി ഒന്നും പറയുന്നില്ല, എനിക്ക് അതിന് മാത്രമായിട്ട് അറിയില്ല. എന്നാലും 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, AMP കൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ കുറിച്ചാണ്. ഈ AMP കൈനേസ് എന്താ ചെയ്യുന്നതെന്നറിയോ? ശരിക്കും നമ്മുടെ ശരീരത്തിനകത്തുള്ള കോശങ്ങളിലുള്ള എനർജീനെ കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. എസ്പെഷ്യലി കൂടുതൽ എനർജി യൂസ് ചെയ്യുക, നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുക. നമ്മളെ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ റിഫ്ലക്സ് കൊടുക്കുക, അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുക, രാവിലെ എണീറ്റ് ഹണ്ട് ചെയ്യാൻ പോവുക, ഫാറ്റ് ബേണിങ് പ്രോസസ്സ് ചെയ്യുക. ഇത്തരത്തിൽ ശരിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കിപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് ഒരു AMP കൈനേസ് വെച്ചൊരു കുത്തി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പക്ഷേ ഫാറ്റിനെയൊക്കെ പെട്ടെന്ന് മെൽറ്റ് ഡൗൺ ചെയ്ത് നമ്മുടെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സും എനർജി പ്രോസസ്സും ഒക്കെ കൂട്ടാൻ കഴിവുള്ള ഒരു എൻസൈമാണ് AMP കൈനേസ്.
ഈ AMP കൈനേസ് ആക്ച്വലി ഇത് കൂട്ടുന്ന സമയത്ത് ഈ യൂറിക് ആസിഡ് എൻട്രി ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഈവിൾ ട്വിൻ ഉണ്ടാവുണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പേരാണ് AMP deaminase. യെസ് സാർ, ഈവിൾ ട്വിൻ. നല്ല പേരാ. പുള്ളിയിൽ നല്ല രസമുണ്ട്. പുള്ളി പറയണ ഈവിൾ ട്വിൻ ആണെന്നാണ് പറയുന്നത്. എന്താ ചെയ്യണമെന്നറിയോ? ഫാറ്റിനെ ബേൺ ചെയ്യണ്ട, സ്റ്റോർ ചെയ്തോ. മൈറ്റോകോൺട്രിയൽ ജനസിസ്, അതായത് മൈറ്റോകോൺട്രിയ പുതിയത് കോശങ്ങളിൽ ഒന്നും ഉണ്ടാക്കണ്ട, അതിനെയൊക്കെ ഒന്ന് സ്ലോ ചെയ്ത് വെച്ചോ. എല്ലാ എനർജീനെയും മാക്സിമത്തിൽ സ്റ്റോർ ചെയ്തോ. നമ്മൾ ഫുഡ് സ്കേഴ്സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്, ഐസിലേക്ക് പോകാൻ പോവാണ്. 4-5 മാസം ഇനി എനർജി ഉണ്ടാവില്ല. യു സ്റ്റോർ ആസ് മച്ച് ആസ് ഫാറ്റ്. സ്റ്റോർ ചെയ്തോ എന്ന് നമ്മളതിനെ ഓണാക്കുന്ന ഒരു എൻസൈമാണ് ഈ AMP deaminase. മറ്റൊന്നെ നേരെ സപ്രസ് ചെയ്യും അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യും. AMP കൈനേസിനെ, AMP deaminase യൂറിക് ആസിഡ് ട്രിഗർ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം എന്താ സംഭവിക്കണേ? അഗെയിൻ നമ്മുടെ ഫാറ്റൊന്നും മെൽറ്റ് ആവണില്ല, സ്റ്റോർ ചെയ്യുക. ഇതേ സമ്പ്രദായം തന്നെ വാട്ടർ സ്കേഴ്സിറ്റിയിലും ചെയ്യും. വെള്ളവും നമുക്ക് കിട്ടണില്ലല്ലോ. വെള്ളം കിട്ടാത്ത സാഹചര്യത്തിൽ എന്താ ഉണ്ടാവണേ? വെള്ളം കിട്ടാത്ത സാഹചര്യത്തിലും ബോഡി സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഫാറ്റ് തന്നെയാണ്. ഇത് പറയുമ്പോൾ വേറൊരു സാധനം കൊണ്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് മനസ്സിലാവും. എന്താ സംഭവിക്കുക? വെള്ളം കുറയണ സമയത്ത് ഡീഹൈഡ്രേറ്റഡായി. ഡീഹൈഡ്രേറ്റ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുന്ന ഒരു സാധനത്തിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടാ? സോൾട്ട്. യെസ്, സോഡിയം. ഗുഡ് ഓൺ യു ഗേൾ. കൺഗ്രാറ്റുലേഷൻ, യു പാസ്ഡ് ദിസ് എക്സാം. ரொம்ப പഠിച്ചിരിക്കാറ്. യെസ്, സോഡിയം ഇൻക്രീസ്. സോഡിയം ഇൻക്രീസ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡി എന്താ മനസ്സിലാക്കണമെന്നറിയോ? ഈ പുള്ളി ഭയങ്കര ഡീഹൈഡ്രേഷനിലാണ് ഉള്ളത്. അതിന് ഓസ്മോട്ടിക് സ്ട്രെസ് എന്നാണ് പറയുന്നത് സോഡിയം കൂടുന്ന സമയത്ത്. അപ്പോൾ ബോഡി ചെയ്യുന്ന മറ്റൊരു പരിപാടിയാണ് പോളിയോൾ പാത്വേ. ഇതൊന്ന് ഓർത്തിരുന്നോ, വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ. വാട്ട് ഈസ് പോളിയോൾ പാത്വേ? ബോഡി കൃത്യമായിട്ട് മെറ്റബോളിക് വാട്ടർ ഉണ്ടാക്കുകയാണ്. എന്താണ് മെറ്റബോളിക് വാട്ടർ? ഫാറ്റിൽ നിന്നും വെള്ളം. ഫാറ്റ് കത്തിച്ചാൽ എന്താ ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും. ആ വെള്ളം സെല്ലുലാർ ലെവലിൽ ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണ്? ഇതേ പരിപാടിയാണ്. അതിന് ഉപയോഗിക്കുന്ന മറ്റൊരു എൻസൈമാണ് അൽദോസ്. എൽദോസ് എന്ന് ആലോചിച്ചാൽ മതി. എൽദോസ് നമ്മുടെ ഈ പെരുമ്പാവൂര് അതല്ല വെച്ചെങ്കിൽ ആ ഭാഗത്തുള്ള ആൾക്കാർക്കാണ് കൂടുതൽ. നിന്റെ അവിടെ ഉണ്ട് എൽദോസ് ബേസിൽ എൽദോസ് എന്തോ മറ്റേ സിനിമയില്ലേ അതുപോലെ എൽദോസ് റിഡക്റ്റേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻസൈം ഉണ്ട്. ആൽദോസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൽദോസ് എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ സൂത്രപ്പണികളെ പറഞ്ഞ് കണ്ടുപിടിക്കുന്ന അറിയാം നിങ്ങൾക്ക്. അപ്പോൾ ആൽദോസ് റിഡക്റ്റേസ് എങ്ങനെയാണ് ബോഡിയിൽ ആ എൻസൈം ഫങ്ഷൻ ചെയ്യണമെന്ന് നോക്കി. കാപ്സ്, അതല്ല വെച്ചെങ്കിൽ ഷുഗർ, അതല്ല വെച്ചെങ്കിൽ ഗ്ലൂക്കോസ്, ഇതിനെ നേരെ പോളിയോൾ പാത്വേ വഴി കൺവേർട്ട് ചെയ്ത് സോബിറ്റോൾ ആക്കിയിട്ട് സോബിറ്റോളിൽ നിന്നും ഫ്രക്ടോസ് ആക്കിയിട്ട് ഫ്രക്ടോസിൽ നിന്നും ഫാറ്റാക്കി മാറ്റും. ദ സെയിം പ്രൊസീജിയർ. എന്താ മനസ്സിലായേ? നമ്മുടെ ശരീരത്തിൽ ഫ്രക്ടോസ് ഇല്ലെങ്കിൽ കൂടി നമ്മൾ സ്വന്തമായിട്ട് ഫ്രക്ടോസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയാണ് ഈ പൊന്തി വന്നത്. ഇപ്പോൾ എങ്ങടെ പോയ ഫ്രക്ടോസ് നേരെ ലിവറിലേക്ക്. കാരണം എന്താണ്? ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യണം. ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്താലേ വെള്ളം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഓരോ ജീനമും. എന്തൊക്കെ പരിപാടിയാന്ന് നോക്കിക്കേ. ഇവല്യൂഷൻ ഇസ് ടു മച്ച്. സോഡിയം കൂടുന്ന സമയത്ത് നമ്മുടെ ബോഡി എന്താ മനസ്സിലാക്കണേ? നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയെന്ന്. കാരണം നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവുന്ന സമയത്താണ് പണ്ട് സോഡിയം കൂടിയിരുന്നത്. നമ്മളെവിടെ ഉപ്പ് തിന്നായിരുന്നേ? ഇപ്പോഴല്ലേ ഉപ്പ് കിട്ടി തുടങ്ങി. ഉപ്പൊക്കെ ഇങ്ങനെ കടലിൽ നിന്ന് കളക്ട് ചെയ്ത് വറ്റിച്ച് ഉപ്പാക്കി പഠിച്ചത് നമ്മൾ ഇപ്പോഴാണ്. നമുക്ക് ഇതൊക്കെ മുന്നേ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. അന്ന് എങ്ങനെ സോഡിയം കിട്ടിയിരുന്നത്? അന്ന് സോഡിയം കിട്ടിയിരുന്നത് കുറച്ച് ഇറച്ചി തിന്നുമ്പോൾ, ഇറച്ചി ഇൻറ്റേർണൽ ഓർഗൻസ് തിന്നുമ്പോൾ, ചോരയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ. കടൽ തീരത്തുള്ള ആൾക്കാർക്ക് പണ്ട് എല്ലാവരും കടലിൽ പോയിട്ട് മീൻ പിടിച്ചവരില്ല. പണ്ടുള്ളൊരു എളുപ്പമല്ല കടലിൽ പോകാന്ന് പറഞ്ഞാൽ. അപ്പോൾ കടൽ തീരത്തുള്ള വില കക്കയൊക്കെ തിന്നണ സമയത്ത് അന്ന് കുറച്ച് സോഡിയം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് എന്താ പറയുക, ഈ ചില വെജിറ്റബിൾസിൻ്റെ ഉള്ളിൽ നിന്ന് സോഡിയം കിട്ടിയിട്ടുണ്ടാവും. അത്ര കുറവ് സോഡിയം ഉണ്ടായിരുന്നുള്ളൂ. വെള്ളം ഇല്ലാണ്ടാകുമ്പോൾ ആ സോഡിയം കോൺസെൻട്രേറ്റ് ആവും. ഇന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ഇന്നെങ്ങനെ ഇതിന് മാത്രമേ എലിവേറ്റഡ് സോഡിയം നമ്മുടെ ബ്ലഡിൽ വരണേ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരണേ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് തിന്നല്ലേ ചിപ്സ്. പിള്ളേർക്ക് ചിപ്സ് കൊടുത്തു കഴിച്ചിട്ടില്ലെങ്കിൽ സ്കൂളിലേക്ക് എന്തോ ആൾക്കാരെ ചീത്ത ഞാനാ കേൾക്കണ്. മോൾക്ക് ചിപ്സ് കൊടുക്കണില്ല സ്നാക്കിന് എന്നും പറഞ്ഞിട്ട്. ചിപ്സ് ഉപ്പിടാതെ തിന്നണതിനെ കുറിച്ച് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പറ്റുമോ നിങ്ങൾക്ക്? കായ വറുത്തത് ഉപ്പിടാണ്ട് തിന്നാൻ പറ്റുമോ? ഒരു ചലഞ്ച് ഞാൻ വെക്കാം. ചക്ക വറുത്ത് ഉപ്പിടാണ്ട് തിന്നാൻ പറ്റുമോ? പറ്റില്ല. നുറുക്ക് തിന്നാൻ പറ്റുമോ? പറ്റില്ല. മിച്ചർ തിന്നാൻ പറ്റുമോ? പറ്റില്ല. ഒരു സാധനം ഉപ്പില്ലാണ്ട് തിന്നാൻ പറ്റില്ല. നീ സോ കോൾഡ് പാക്കറ്റിൽ വരുന്ന ഈ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള എല്ലാ ചീസി സ്നാക്കുകളും ഹൈ ഇൻ സോഡിയാണ്.
നിർത്തോ തീറ്റ? ചിപ്സ് തീറ്റ നിർത്താൻ പറ്റില്ല ബിക്കോസ് ഓഫ് ദിസ് സോഡിയം തിങ്ങി. അപ്പോൾ ഇങ്ങനെ ഇത് കുടിച്ചുകൊണ്ടിരിക്കും, ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ കൂട്ടത്തിൽ ചിപ്സ്. ഇപ്പം സോഡ ഡ്രിങ്ക്സ് മുഴുവൻ സോഡിയട്ടാ വരുന്നത്. എന്താ കാരണം എന്നറിയോ? നമ്മൾ ഈ സോഡ കൂടി നിർത്തില്ല. ഭയങ്കര ഡെഡ്ലി കോമ്പിനേഷനാണത്. എന്നിട്ട് എന്താണ്ടാവണേ? നമ്മുടെ ബോഡിയിലേക്ക് ചെന്നില്ലേ? നമ്മുടെ ബോഡിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബോഡി എന്താ മനസ്സിലാക്കണമെന്നറിയോ? ബോഡി പഴയ എഞ്ചിനാ, ടൂ മച്ച് സോഡിയം. അപ്പോൾ ഡീഹൈഡ്രേഷൻ വരുന്നുണ്ട്. അന്നൊരു കാര്യം ചെയ്തേക്കാം, ഞാൻ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യാം. അങ്ങനെയും ചിന്തിക്കുന്നുണ്ട് ബോഡി. ഞാൻ പറയണത് നിങ്ങൾ ഒരു ദിവസം ചിപ്സ് കഴിച്ചതിൻ്റെ കാര്യമല്ല, നമ്മൾ അങ്ങനെയല്ല തിന്നണ്. നമ്മളൊക്കെ മിച്ചർ വാരി തിന്നണ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു മിച്ചറിൻ്റെ കഷ്ണം ഇപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ എടുത്തിട്ട് നോക്കി നോക്ക്. ഒരു ചെറിയൊരു മിച്ചറിൻ്റെ മുകളിൽ എത്ര ഉപ്പിൻ്റെ രൂപം കാണാൻ എന്നിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ഉപ്പ് കഴിക്കാൻ പറ്റും? ആ പാക്കറ്റ്, നമ്മുടെ നാട്ടിലെ പാക്കറ്റിൻ്റെ മുകളിലെ ഉപ്പ് കണക്കൊന്നും എഴുതിയിട്ടുള്ള കണക്കേ അല്ല. ഇമ്മാതിരി സോഡിയം കുത്തി കയറ്റി കഴിഞ്ഞാൽ ബോഡി ഈ പറഞ്ഞ പോളിയോൾ പാത്വേ വഴിയും സ്വീകരിക്കുന്നുണ്ട്. എന്താണ്ടാവണേ? സോഡിയം ശരീരത്തിൽ കൂടി ആദ്യം ഉണ്ടാവുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസാ. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്താണ്ടാവണേ? ബ്ലഡിൻ്റെ ഉള്ളിൽ ഷുഗർ കൂടും, പഞ്ചാര കൂടും. പല രീതിയിൽ ഈ പഞ്ചാര സ്റ്റോർ ചെയ്യും, ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. ലിവറിലേക്ക് കൊണ്ടുപോയിട്ട് ഫ്രക്ടോസ് ആക്കും. അണ്ണം വിചാരിക്കുന്നത് വെള്ളമില്ലാന്നാ. ഉപ്പ് തിന്നു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കൂടുന്ന എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാ? വായിക്കാൻ എളുപ്പമല്ല, പക്ഷേ ഇങ്ങനെ ഒരു വഴി പോകുന്നുണ്ട്. ലിങ്ക് ഓഫ് ദ ലിങ്ക് ടു അപ്ലൈൻസ് ഹോംസ്. മറ്റേ സലീം കുമാർ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഓർമ്മ വരണേ. ഉപ്പിൻ്റെ അളവ് കൂടുമ്പോൾ അതിനെ ഇങ്ങനെ ഗണ്ണിച്ച് ഇങ്ങോട്ട് പോയാൽ ഞാൻ ഈ പറഞ്ഞ പാത്വേയിൽ സോർബിറ്റോൾ അവിടെ നിന്ന് ഫ്രക്ടോസിൻ്റെ മെറ്റബോളിസം അഗെയിൻ സ്റ്റാർട്ടിങ് NADP is added. Again you getting this uric acid end product. Then തടി വയ്ക്കുകയും ചെയ്യുക. എന്താണ്ടാവണേ? ഫാറ്റ് സ്റ്റോർ ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് 24/7 ഒരു ന്യൂസ് ഞാൻ കണ്ടു. എന്താ പറയുക? പ്രതിവർഷം 16 ലക്ഷം ആളുകളാണ് ഉപ്പ് അധികം കഴിച്ചിട്ട് മരിക്കുന്നത്, അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ അളവ് ശരീരത്തിൽ കൂടിയിട്ട്. എന്താ കാരണം? ഒന്ന് വായിച്ചു നോക്കിയൊക്കെ. സോഡിയം ശരീരത്തിൽ കൂടി എന്താ ഉണ്ടാവുകയെന്ന്. ഷുഗർ, പ്രോസസ്ഡ് ഫുഡ്സ് ഫുൾ ഓഫ് ഫ്രക്ടോസ്. ഫ്രക്ടോസ് എന്ന് പറഞ്ഞ വേർഡ് കേട്ടാൽ നമ്മൾ ഞെട്ടും. നോ, വി ആർ നോട്ട് ഈറ്റിംഗ് എനി ഫ്രക്ടോസ്. ദാറ്റ്സ് വൈ യു സേ നോ, യു ആർ ഈറ്റിംഗ്. ഇല്ലാച്ചെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. വാട്ട് ഈസ് ഹാപ്പനിങ്? Stored as a fat. Where? Fatty liver. Non-alcoholic fatty liver. You drinking alcohol, fatty liver. Alcoholic fatty liver. Stored as what? Fat. Insulin resistance too high. Diabetic. Pre-insulin resistance. എല്ലാം വരുന്നു. ഇതെല്ലാം ഈ പറഞ്ഞ 4ാമത്തെ പോയിന്റിലില്ലേ? ഈ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുന്നല്ലേ എഴുതിയിട്ടുള്ളത് അല്ലേ? ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്? ഉണ്ടാവില്ല, തോന്നില്ല. കാരണം ഇറച്ചീനെ നമുക്ക് കുറ്റം പറയണം. നമ്മളുടെ ബയസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഷുഗറിന് ബയസ്ഡ് ആണെന്ന്. ഇതിന് മാത്രം ഷുഗർ, ഫ്രൂട്ട്സ് കുഴപ്പമില്ല എന്നാണല്ലോ ചേട്ടാ പറയണത്. ശരിയാണ്, ഫ്രൂട്ട്സ് കുഴപ്പമില്ല. ഫ്രൂട്ട്സ് നിങ്ങളൊന്ന് ആലോചിച്ച് ഞാൻ നിങ്ങളെന്നെ വീണ്ടും ഒരു പഴയ കാലഘട്ടത്തിലോട്ട് കൊണ്ടുപോകാം. ഒരു 92 കാലഘട്ടം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് പറയാട്ടാ. ഇത് പെട്ടെന്ന് പറഞ്ഞു തീർത്താൽ ഈ വീഡിയോ മനസ്സിലാവില്ലാത്തതുകൊണ്ടാണ് ഞാൻ പരമാവധി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോണത്. ടൈമുള്ള ഇല്ലെങ്കിൽ ഇവിടെ പ്രോസ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് കാണുക. എൻ്റെയൊക്കെ ചെറുപ്പം എന്ന് പറയുന്നത് ഒരു 92 കാലഘട്ടത്തിലെ ചെറുപ്പക്കാലം. ഒരു 6 വയസ്സ്, ഞാൻ 84 ബോണാണ്. അപ്പോൾ ഒരു എത്ര ഉണ്ടാവും? ഒരു 6-7 വയസ്സുള്ള 8-9 വയസ്സൊക്കെ ഉള്ള സമയം. ഞങ്ങളുടെ വീട് നിൽക്കുന്ന ചുറ്റും ഒരു 9-10 വീടുണ്ടാവും. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു 2 പേര, 3 പ്ലാവ്, 4 പ്ലാവ് കഷ്ടി, ഇതൊക്കെയാണ് ഫ്രൂട്ട്സ് ആയിട്ട് ഉള്ളത്. പപ്പായയാണ്. പിന്നെ ഇനി മറ്റൊരു ഫ്രൂട്ട് ചാമ്പ 1-2 ഉണ്ടെന്നോ. ചാമ്പില്ല. തൊട്ടപ്പുറത്ത് മറ്റുള്ള വീടുകളുണ്ട്. നമ്മളെക്കാളും കുറച്ചും കൂടി സാമ്പത്തിക വരുമാനം കുറവുള്ള വീടുകളാണ് നമ്മുടെ അപ്പുറത്തുള്ള വീടുകൾ. നമ്മളൊക്കെ പറയാറില്ലേ ചെറുപ്പം എന്ന് പറഞ്ഞാൽ നിറച്ച് ഫ്രൂട്ട്സ്, നമ്മളൊക്കെ ഫ്രൂട്ട്സ് കഴിച്ച് വളർന്ന ആളുകളാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ആ പഴയ കാലഘട്ടത്തിലേക്ക് ഓടിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര വീട്ടിൽ കൃത്യമായിട്ട് ചോറുണ്ടായിരുന്നു എന്നുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീടുകളിൽ 3 നേരം ഭക്ഷണം ഇല്ലാത്ത ഒരുപാട് വീടുകളുണ്ടായിരുന്നു. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന കുഞ്ഞുങ്ങൾ ലഞ്ച് കൊണ്ടുവരാത്തവർ വരെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പേരയുടെ മുകളിൽ പണ്ടത്തെ കാലത്ത് വാവലും അണ്ണറക്കണ്ണനും കാക്കയൊക്കെ തിന്നിട്ട് ബാക്കി എന്തോരം ഫ്രൂട്ട്സ് കിട്ടുമായിരുന്നു നമുക്ക്? വളരെ കുറച്ചേ കിട്ടുള്ളൂ. 10 ഇതൊന്നുമില്ലാണ്ട് ജീവികൾ ആക്രമിക്കും ഈ സാധനത്തിനെ. പുഴു, പഴുതാര, ചെറിയ സാധനങ്ങളൊക്കെ തിന്നിട്ട് വല്ലപ്പോഴും ഒരു കായ കിട്ടൂ. ഞാനും എൻ്റെ അനിയഞ്ചക്കനും കൂടി മരത്തിൻ്റെ മുകളിൽ കയറുന്നിട്ട് ഈ പേരയ്ക്ക പൊട്ടിക്കും. വളരെ സ്നേഹവതിയായ ഞങ്ങളുടെ അമ്മാമ്മ വരും. ഞങ്ങളെക്കാളും പുതിയ പേരയ്ക്ക് അമ്മാമ്മയ്ക്ക് 2 പേരയ്ക്ക് കിട്ടി. ഒരു പേരയ്ക്ക് അമ്മാമ്മ 8 പീസ് കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തരും. ഒരു പേരക്കായനെ. അന്നത്തെ പേരക്കായ എന്ന് പറയുന്നത് കാശുള്ള വീട്ടിലെ ഹൈബ്രിഡ് പേരക്കായ ഉള്ളൂ. സാധാരണക്കാരൻ്റെ വീട്ടിൽ സാധാ പേരക്കയാ കാക്ക തൂറിയുന്നുണ്ടായിട്ടുള്ളതാ. ഇത്ര ഒന്ന കായ ഉണ്ടാവുക. 1-2 കായ വലുതുണ്ടെങ്കിൽ അത് കാക്ക വിടും അല്ലേ? ഇവരുടെ അടുത്തൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് ബാക്കി പത്രേ മനുഷ്യന് കിട്ടൂ.
അപ്പോൾ അതിന് മുന്നത്തെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ എന്തോരം ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. കഴിച്ചിട്ടില്ലേ? ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് മാത്രം ഷുഗറോ ഫ്രക്ടോസോ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരുന്നില്ല. ആ ഇല്ലാത്ത സാഹചര്യത്തിൽ കുറച്ചെങ്കിലും കുറച്ച് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് സ്റ്റോർ ചെയ്ത് ഒരു ഫുൾ വിൻ്റർ കാലഘട്ടം സർവൈവ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ള യൂറിക് ആസിഡ് അല്ലെങ്കിൽ ഫ്രക്ടോസ്, ഫാറ്റ് സ്റ്റോറേജ് സിസ്റ്റം ആയിട്ടുള്ള ഫ്രക്ടോസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എന്താ അവസ്ഥ? ഇപ്പോൾ വന്ന് നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കണേ? ഫ്രൂട്ട്സ് കഴിച്ചാൽ കുഴപ്പമില്ല, ഫ്രൂട്ട്സ് കഴിച്ചാൽ കുഴപ്പമുണ്ട് എന്ന് തന്നെ പറഞ്ഞ് ശീലിക്കണം. കാരണം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന രീതിയാണ് കുഴപ്പം. എന്താ കുഴപ്പം? നമ്മൾ കാപ്സ് കുറച്ചു എന്ന് പറഞ്ഞിട്ട് രാവിലെ കഴിക്കുന്നത് ഒരു കുറ്റി പുട്ടും കടലക്കറിയാണ്. ഇതിൽ മൊത്തം കാപ്സാണ്. ഇനി അതിൻ്റെ കൂടുതൽ പഴം കഴിക്കുന്നവരാണ് കൂടുതൽ കാപ്സാണ്. എത്ര ചായ കുടിക്കും? 2 ചായ. 15 ഗ്രാം പഞ്ചാര ഇടാണ്ട് ഒരു മനുഷ്യനും ചായ കുടിക്കില്ല. 2 ചായ കഴിയുമ്പോഴേക്കും 30 ഗ്രാം. ഇതേ മിനിമം പറഞ്ഞ് 40 ഗ്രാം 45 ഗ്രാം പഞ്ചാര രാവിലെ തന്നെ കയറ്റി ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാവുന്ന പഞ്ചാരയുടെ അളവ് ശാസ്ത്രം പറയുന്നത് 30 ഗ്രാമാണ്. എന്നാൽ നിങ്ങൾ ശരിക്കും 15 ഗ്രാമായിട്ട് കുറയ്ക്കണമെന്നും കൊണ്ട് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഇല്ലേ? കാണാൻ പറ്റും. നമ്മൾ കഴിച്ചപ്പോൾ എന്തൊക്കെ കഴിച്ച്? രാവിലെ കാപ്സ് കഴിച്ചു. കൂടുതൽ കാപ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഫ്രക്ടോസ്. അത് കഴിഞ്ഞിട്ട് ഫ്രക്ടോസ് തന്നെ കഴിച്ചു. സ്റ്റിൽ ഇൻ യുവർ ബ്ലഡ് സ്ട്രീം, കൺവേർട്ടഡ് ഇൻ ടു യൂറിക് ആസിഡ്, സ്റ്റോർഡ് ആസ് എ ഫാറ്റ്. യെസ്. ലഞ്ചിന് മുന്നേ സ്നാക്ക് ചെയ്തു. പോണ വഴിക്ക് ബേക്കറി, പുതിയ ബേക്കറി തുടങ്ങിയിട്ടുണ്ടോ അവിടെ നല്ല കേക്ക് വന്നിട്ടുണ്ട്. പോയി ഒരു കേക്ക് കഴിച്ചു. എന്തെങ്കിലും കുഴപ്പമുണ്ട്, ഒരു കേക്കൊക്കെ കഴിച്ചു. അതെ. അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. കാർബ്സ് റിച്ച് ഫുഡ്, ഒരു ഡൗട്ടും ഇല്ല. മേ ബി ഫ്രം ഔട്ട് സൈഡ് ഫ്രക്ടോസ്, കോൺ ഫ്രക്ടോസും എല്ലാ സാധനവും ആഡ് ചെയ്തിട്ടുള്ള ലഞ്ച് കഴിച്ചു. പിസ്സ, എല്ലാവരും പിസ്സ കഴിക്കണവരായിരിക്കില്ലേ? ബിരിയാണി, റൈസിലതൊരു ഫുഡില്ലേ നമുക്ക്? അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കും, അല്ലെങ്കിൽ റാപ്പ് കഴിക്കും. കാർബ്സ്, ഓൾ ദ സോസസ് ഷുഗർ ബേസ്ഡ്. യെസ്. അത് കഴിഞ്ഞു 3 മണിക്ക് ചായ കഴിച്ചു. വീണ്ടും 15 ഗ്രാം പഞ്ചാര. കാപ്പി കഴിച്ച് വീണ്ടും പഞ്ചാര. സ്നാക്ക്, അഗെയിൻ യു ഈറ്റിംഗ് സ്നാക്ക് ഇൻ ദ ആഫ്റ്റർനൂൺ. കോഫി ടൈം. നാട്ടിലെ എല്ലാ കടയും ബേക്കറി സാധനങ്ങളാണ്. കാരണം എന്താ? ഈസി പ്രോഫിറ്റ് ഓൺ ബേക്കറി സ്റ്റഫ് ആൻഡ് പീപ്പിൾ ഈറ്റ് ആൻഡ് ഈറ്റ് ആൻഡ് ഈറ്റ് ആൻഡ് ഈറ്റ്. ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിൽ സ്വിച്ച് ഓഫ് ചെയ്യില്ല. ഗെർലിൻ, ലെപ്റ്റിൻ ഹോർമോൺസ് ഒന്നും കൃത്യമായിട്ട് ഫ്രക്ടോസോ അല്ലെങ്കിൽ പഞ്ചാരയോ കഴിക്കുന്ന സമയത്ത് ആക്ടിവേറ്റ് ആവില്ല. ദാറ്റ് ഈസ് വൈ കിഡ്സ് ആർ ഈറ്റിംഗ് പ്ലെന്റി ഷുഗർ നോൺ സ്റ്റോപ്പ്. 4 ബിസ്ക്കറ്റ് തിന്നിട്ട് കുറച്ച് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും 5 ചോക്ലേറ്റ് ഇരുന്ന് തിന്നും. അത് കഴിഞ്ഞിട്ട് ഒരു ഫുള്ള് കൊക്കക്കോള കുടിക്കും. ഇല്ലേ? അത് കഴിഞ്ഞ് ഫ്രൂട്ട്സ് കൊടുത്തോ അതും തിന്നും. എല്ലാ പഞ്ചാരയും വലിച്ചു കയറ്റും. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ, ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ലെസ് സേഷിയേറ്റിംഗ് ആണ് ഷുഗർ അല്ലേ? അതെ. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് കാപ്സും ചോറും ചപ്പാത്തി എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ പറയണ ഒരു സാധനം ഉണ്ട്. എന്നിട്ടെന്നറിയോ? ഫ്രൂട്ട്സ് കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടില്ല ഡോക്ടർ എന്ന്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ തിന്ന് തീർത്തത് കാപ്സാ. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് നമ്മൾ പറയണമെന്നറിയോ? ഫ്രൂട്ട്സ് തിന്നാൽ കുഴപ്പമില്ല. ഇപ്പം എങ്ങനെയാണ് ഫ്രൂട്ട്സ് തിന്നാ? പണ്ടത്തെ പേരക്കയുടെ കഥ പോലെയാണോ? അല്ല. അതെന്താണെന്നറിയോ? വിശക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഇപ്പോൾ ചില ആൾക്കാർ ഡയറ്റിലുള്ളതായിരിക്കും. വിശക്കുമ്പോൾ അവർ വിചാരിക്കുന്ന ഒരു ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത്രയും മറ്റേതിൻ്റെ അത്രയും കാബ്സിൻ്റെ അത്രയും ഇതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആർക്കാ വിശക്കണേ? വിശക്കണില്ല. വിശന്നിട്ടല്ല. ഇറ്റ് ഈസ് ക്രേവിങ്സ്. യു ആർ റോങ്. ഈ മാതിരി ഭക്ഷണം കഴിച്ച ആൾക്ക് എങ്ങനെയാ രാത്രി വിശക്കണില്ല. ക്രേവിങ്സ് ആണ്. ബിക്കോസ് വൈ? യുവർ ഷുഗർ വെയർ അപ്പ്, ഇൻസുലിൻ ഇൻവോൾവ്ഡ്, യുവർ ഷുഗർ ഡിപ്ലീറ്റിംഗ്. താഴത്തേക്ക് വന്നു, വീണ്ടും ഷുഗർ കയറ്റം. ഷുഗർ ഹൈപ്പിലാണ് നിൽക്കണേ നമ്മൾ. അതാണ് ഷുഗർ നിർത്താത്തത്. കുട്ടികളെ തന്നെയാണ്. യു ക്യാൻ ഒബ്സർവ് ദിസ്. നത്തിങ് റോങ് ഇൻ ഇറ്റ്. യു ക്യാൻ ഒബ്സർവ്. നിങ്ങൾ ഷുഗർ കഴിച്ചോ 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഷുഗർ കഴിക്കുമ്പോൾ ടയർഡാവും ചെയ്യും. വീണ്ടും അങ്ങനെയാണെങ്കിൽ ഈ മാതിരി തടിയുള്ള ആൾക്കാർ ഫുൾ എനർജറ്റിക് ആയിട്ട് നടക്കണ്ടേ? പറ്റണില്ലല്ലോ. ദേ സ്റ്റിൽ ഈറ്റിംഗ് ഷുഗർ നോട്ട് ഫുൾ അല്ലേ? കോഴിമുട്ട കഴിച്ച് നോക്കിയൊക്കെ ഫുള്ളാവും. അതിന് മുന്നത്തെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഷുഗർ കഴിച്ചില്ലേ? മുന്തിരി കഴിച്ചില്ലേ? രാത്രി കഴിച്ച് മുന്തിരി എത്രയാ? ഇന്നിപ്പോൾ പഴയ പോലെ നാടായ നാട് മുഴുവൻ ഫ്രൂട്ട്സ് കടയാ. ഫ്രൂട്ട്സ് തൂക്കുന്ന വീട്ടിൽ ഫ്രൂട്ട്സ് മേടിച്ച് കളയണ കാലഘട്ടം വന്നു. ഞാൻ പറയണത് നോണയാണെങ്കിൽ നിങ്ങൾ പറ. നീ പറഞ്ഞ അട്ടർ നോൺസെൻസ് ആണ്. ഫ്രൂട്ട്സ് ഒന്നും നമ്മുടെ നാട്ടിൽ അതുപോലെ മേടിക്കുന്നില്ല. നിങ്ങൾ പറ. ഫ്രൂട്ട്സ് കേടാക്കി കളയണ വീടുകളായി മാറി കേരളം എന്ന്. അതെ, അത്രമാത്രം ഡ്രാഗൺ ഫ്രൂട്ട് മുതൽ ആഫ്രിക്കൻ ഫ്രൂട്ട് വരെയുള്ള സകല മാന ഫ്രൂട്ട് ഒന്ന് നാട്ടിൽ മേടിക്കാൻ കിട്ടും. തെറ്റൊന്നും ഞാൻ പറയണില്ല. ബട്ട് യു ആർ ഈറ്റിംഗ് ടു മച്ച് ഫ്രൂട്ട്. ഫ്രക്ടോസ് 100 ഗ്രാം മുന്തിരിക്ക് പകരം 300 ഗ്രാം മുന്തിരി സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നോക്കണ പോലില്ല. നമ്മൾ ഇങ്ങനെ തന്നെയാണ്. എത്രയാണെന്ന് അറിയാം. ഷുഗർ നിർത്തുന്നില്ല. യു ആർ ഈറ്റിംഗ് അൺലിമിറ്റഡ് ഷുഗർ. വാട്ട് ഈസ് ഹാപ്പനിങ്? കൺവേർട്ട് ഇൻ ടു ഫാറ്റ്. ഒരു ഡൗട്ടും ഇല്ല. 40 ഗ്രാം വെച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൽ കാരണം. ഈത്തപ്പഴം കേട്ടിട്ടില്ലേ? ദൈവത്തിൻ്റെ ഭക്ഷണമാണെന്നും പറഞ്ഞിട്ടാണ് ഈ
ഈത്തപ്പഴം കഴിക്കുക, ഒരു കുഴപ്പമില്ല എന്നാ പറയാ. കാരണം എന്താ, ബ്ലഡ് ഷുഗർ കയറില്ല. ഈത്തപ്പഴം കഴിച്ചാൽ കയറില്ല. കാരണം എന്താ, ഫ്രക്ടോസ കൂടുതലേ, അതാ ബ്ലഡ് ഷുഗർ കയറാത്തത്. എന്താ കാരണം, നിങ്ങൾ ചെറുകുടലിൽ നിന്നും ഇതിനെ അബ്സോർബ് ചെയ്തിട്ട് മെറ്റബോളൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ കയറും. ഗ്ലൂക്കോസിന്റെ പോലെ ലിവറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാത്തത്. നമ്മൾ വിചാരിച്ച എന്താണെന്നറിയോ, ഷുഗർ കഴിച്ചിട്ട് ഇതിന്റെ ഷുഗർ കണ്ടിട്ടില്ല എന്നാ. അല്ല, ഈ സാധനം ഫ്രക്ടോസ ചെന്നത് ലിവറിലാ, കൺവേർട്ട് ഇൻ ടു ഫാറ്റ് സ്ട്രൈറ്റ് അവേ. ഫാറ്റ് സ്റ്റോർഡ്. ദെൻ എന്താണുള്ളത്, അണ്ടിപ്പരിപ്പ്. ഇന്ന് നാട്ടിൽ എത്ര ഉണക്കമുന്തിരി, ഡ്രൈഡ് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് വിൽക്കണ കടയെന്ന് വിചാരിച്ച് നട്ട്സ് ഡോക്ടർ പറഞ്ഞിട്ടുള്ള കുഴപ്പമില്ല എന്നാ. എത്രയെന്ന് നോക്കിയിട്ടുണ്ടോ? 6 5 നട്ട്സൊക്കെ ഒരു ദിവസം, 3 ബ്രസീൽ നട്ടൊക്കെ ഒരെണ്ണ ഒരു ദിവസം കഴിക്കാൻ പറ്റുള്ളൂ എന്നാ പറയണേ. നമ്മൾ നട്ട്സ് കഴിക്കണ എങ്ങനെയാണെന്നറിയോ, പണ്ടൊക്കെ അണ്ടി ചുട്ട് വെട്ടിപ്പൊളിച്ച് ഒരു വീട്ടിൽ 5 കുട്ടികളുണ്ടെങ്കിൽ ഒരാൾക്ക് പൊട്ടി ഒരു അണ്ടി കിട്ടിയെങ്കിലായി. നിങ്ങൾ ഞാൻ പറയണതിൽ എന്തെങ്കിലും നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നിങ്ങൾ വന്ന വഴികളാണ് ഞാൻ ഈ പറയണത്. ഇന്ന് അണ്ടി ചുട്ടണ ഒരൊറ്റ വീടില്ല. ഒരെണ്ണം ഉണ്ടാവട്ടാ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കടയിൽ പോയിട്ട് 500 ഗ്രാം 1 കിലോ അണ്ടിപ്പരിപ്പ് മേടിച്ചിട്ട് നേരത്തെ വീട്ടിൽ പിള്ളേർക്ക് വേണ്ട കളയ 50 പൈസക്ക് കപ്പലണ്ടി തണുത്ത് നിന്നിട്ടുള്ള ഓർമ്മ എനിക്കുണ്ട്. കടല ഇന്ന് അങ്ങനെയല്ല തിന്നണേ. ഡോക്ടർ തിന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇങ്ങനെ വയറിൻ്റെ മുകളിൽ കാലും കയറ്റി വെച്ചിട്ട് ഇങ്ങനെ തിന്ന ആൾക്കാരെ നമ്മൾ എന്തൊട്ടി തിന്നണേന്നറിയോ, ഫുൾ ഓഫ് കാപ്സ്. അണ്ടിപ്പരിപ്പിലും കപ്പലണ്ടിയിലുള്ളത് എന്തൊട്ടാന്ന് നോക്കി നോക്ക്. പ്രോട്ടീനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബട്ട് യു ആർ സ്റ്റിൽ ഈറ്റിംഗ് കാപ്സ്. യുവർ ടോട്ടൽ ഇൻടേക്ക് ഓഫ് കാപ്സ് പെർ ഡേ ഒന്ന് നോക്കി നോക്കിയേ. അതിനൊരു പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ അവസാന പ്രോഡക്റ്റിൽ ഈ അണ്ണനുണ്ട്, ആര്, യൂറിക് ആസിഡ് ഉണ്ട്. അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. പഞ്ചസാര നിങ്ങൾ നാട്ടിൽ മേടിച്ചത് ഓർക്കുന്നുണ്ടോ? റേഷൻ കടകളിൽ ഒരു കാലം ഉണ്ടായിരുന്നു, നമുക്ക് 3/4 കിലോ പഞ്ചാര നമ്മുടെ വീട്ടിൽ മേടിച്ചിരുന്നേ. ഒരു മാസത്തേക്ക് 1 സ്പൂൺ പഞ്ചാര അങ്ങടോ ഇങ്ങടോ മാറിയാൽ ഒരു ദിവസം ചായയിൽ പഞ്ചാര നടക്കണം ഇല്ലേ? നിങ്ങൾക്കൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും റേഷൻ കടയിലെ കാലം. അത്രയ്ക്ക് വലിയായിരുന്നു പഞ്ചാര. പെരുന്നാളുണ്ടാവുന്ന സമയത്താണ് കള്ളപ്പം ഉണ്ടാക്കുക വീട്ടിൽ. കള്ളപ്പം ഉണ്ടാക്കുന്ന സമയത്ത് 4 ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അമ്മയും തമ്മിൽ അടിയാ. എന്തോരം പഞ്ചാര ഉണ്ട് ഇടണേ എന്ന് ചോദിക്കും തൃശ്ശൂർക്കാർ. അട ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചാര ഇട്ടിന് കോല കിടക്കും വീട്ടിൽ. ശർക്കര ഇട്ടിട്ട് അട ഉണ്ടാക്കാൻ പാടുള്ളൂ. അത് മാസത്തിൽ 1 2 ഉണ്ടാക്കിയ ഭാഗ്യം നിന്ന് കിട്ടിയാൽ മതി. പണ്ട് പിടിയാ, ഗോതമ്പിൻ്റെ പിടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ ഇട്ട് വരുമ്പോൾ കിട്ടിയായിരുന്നു പിടി. അതിൽ പഞ്ചാര ഇടില്ല. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഞാൻ വെറുതെ പറയണല്ല. അത്രയ്ക്ക് കുറവ്. ഗോൾഡ് വീട്ടിന് തലാട്ടുണ്ട്. ഷീ വാസ് വെരി റിച്ച്. ഞാൻ റിച്ച് വാട്ട് ഐ ആം സെയിങ്, കാർഷിക ഫാമിലിയുള്ള ആൾക്കാരാണ്. അവരുടെ വീട്ടിൽ അന്നത്തിന് മുട്ടുണ്ടാവില്ല. എൻ്റെ വീട്ടിൽ അന്നത്തിന് മുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദർ വാസ് നോട്ട് അബണ്ടൻ്റ് ഓഫ് സ്വീറ്റ്സ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ നോണല്ല പറയുന്നത്. എൻ്റെ കൂട്ടുകാരന്മാരടക്കുള്ള ആൾക്കാരുണ്ട്, കമൻറ്റ് ചെയ്യും. ഈ ആളുകളൊക്കെ കമൻറ്റ് ചെയ്യും, ഇല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ തെറ്റാണോ. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന എമൗണ്ട് ഓഫ് കാപ്സിൻ്റെയും ഷുഗറിൻ്റെയും ഫ്രക്ടോസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും അളവെടുത്ത് നോക്കി നോക്ക്. എന്നിട്ട് നമ്മൾ ശരിക്കും കഴിക്കാത്ത ഇറച്ചിനല്ലേ കുറ്റം പറയുന്നത്. ഞാൻ പറയണത് ഇറച്ചി കഴിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എലിവേറ്റഡ് യൂറിക് ആസിഡ് വിഷയമുള്ള സമയത്ത് നിങ്ങൾ ഇറച്ചി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാനിവിടെ പറയണില്ല കേട്ടോ. ഈ പുള്ളിയും പറയണില്ല. ഇത് കൃത്യമായിട്ട് സൈക്കിൾ ചെയ്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പോകുന്ന അവസ്ഥയിൽ നിന്നും ഇതിൻ്റെ കംപ്ലീറ്റ് പ്രശ്നവും ഡിസ്റപ്റ്റ് ചെയ്യുന്നതിൽ പഞ്ചാരയ്ക്ക് വലിയൊരു പങ്കുണ്ട്, അല്ലെങ്കിൽ കാപ്സിന് വലിയൊരു പങ്കുണ്ട് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണ്, ഇറച്ചി നമ്മുടെ ശരീരത്തിൽ ഡൈജസ്റ്റ് ആവാനും അബ്സോർബ് ചെയ്യാനും ലോങ് ടൈം എടുക്കും. ലോങ് ടൈം. അത്രയും ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്. വളരെ കുറച്ചായിട്ടാണ് ഈ ഇറച്ചി പ്രോസസ്സ് ചെയ്യുന്നുള്ളൂ. കുറേശ്ശെ പ്യൂരിനെ നമ്മുടെ ബ്ലഡിലേക്ക് വരുന്നുള്ളൂ. അത് മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ കൃത്യമായിട്ട് പോകുന്നു. കൃത്യമായിട്ട് സർക്കിൾ ചെയ്യുന്നതിന് പകരം ഭീമാകാരമായ എമൗണ്ട് ഓഫ് യൂറിക് ആസിഡാണ് ഉണ്ടാവണേ. കിഡ്നി എന്താ ചെയ്യണേ, ഹാഫ് ഓഫ് ദ യൂറിക് ആസിഡ് സ്റ്റിൽ പുള്ളിങ് ബാക്ക് ഇൻ ടു ദ സിസ്റ്റം ബിക്കോസ് കിഡ്നി ബിലീവ്സ് വാട്ട് മാൻ സ്കേഴ്സിറ്റി. ഫുഡ് കിട്ടാനില്ല. പെട്ടെന്ന് തന്നെ ഇവിടെ ഇവൻ ഫ്രക്ടോസ് കഴിക്കുന്നുണ്ട്, സീസൺ തീരാൻ പോവാണ്, പെട്ടെന്ന് തന്നെ ഷുഗർ കയറിക്കോട്ടെ, ഞാൻ ഇതിനെ സ്റ്റോർ ചെയ്യാം. ബട്ട് അവർ സ്കേഴ്സിറ്റി ഈസ് നോട്ട് കമ്മിങ്. നമ്മുടെ ദാരിദ്ര്യാവസ്ഥയോ അല്ലെങ്കിൽ നമുക്ക് ഫാമിനോ വരാൻ സാധ്യത വളരെ വളരെ കുറവാണ്. യു ആർ ഈറ്റിംഗ് അൺലിമിറ്റഡ് ഫുഡ്. ബോഡി ചെയ്യുന്നതാ. നിങ്ങൾ ഈ ഗ്രിസ്ലി ബേഴ്സിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അവർ ഹൈബർനേഷൻ മോഡിനേക്കാൾ തൊട്ട് മുന്നേ ഉണ്ടാവുന്നത് തന്നെയാണ്. അവരുടെ ശരീരത്തിൽ അവരെ കൂടുതൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുക എങ്ങനെയാണ്, ബെറീസ് കഴിക്കും. 20,000 കാലറിയോ ഫുഡ് കഴിക്കുന്നതാണ് പറയണത്. ഷുഗറിന് അവരുടെ ശരീരത്തിൽ ആ സമയത്ത് അവരുടെ ശരീരത്തിൽ ശരിക്കും യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നുണ്ട്. എന്തേ സ്റ്റോർ ദാറ്റ് ഫാറ്റ്. 6 മാസം ഹൈബർനേഷൻ മോഡ്. പണ്ട് നമ്മൾ ഹൈബർനേഷൻ പോലെ ഇരുന്നേരത്തെ ഭക്ഷണം ഇല്ലാണ്ട്. അപ്പോൾ ഈ യൂറിക് ആസിഡൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൃത്യമായിട്ട് പോയിരുന്നു. ഇപ്പം നമ്മൾ ഹൈബർനേഷനൊന്നും ഇല്ല, നമ്മൾ ഫൈബർനേഷനായി. No hibernation, no fasting, nothing. We eating, tomorrow you eating, and day after tomorrow you eating, and yet you're looking, oh, what happened to me? അങ്ങനെയാണ് ഉണ്ടാവുന്നത്.
അതിന് വലിയൊരു പങ്കുണ്ട്. എന്നാൽ ആ ഫ്രക്ടോസിനെ നമ്മൾ കൺസിഡറേ ചെയ്യണില്ല. സോ നിങ്ങൾ ആ ഫ്രക്ടോസിനെ നോക്കണം, ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശരീരത്തിൽ എത്ര കണ്ട് കാപ്സ് കയറുന്നുണ്ട്, അത് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് അല്ലെങ്കിൽ ദർ ഇസ് എ കോറിലേഷൻ അല്ലെങ്കിൽ ദർ ഇസ് എ ബിഗ് അസോസിയേഷൻ ബിറ്റ്വീൻ ദീസ് ടു rather than you eating purine rich food. യെസ്, നിങ്ങൾ ഡു യുവർ ഓൺ റിസർച്ച്. ഇനി നമ്മൾ ആദ്യം കണ്ട സീനിൽ യൂണിൽ പോയിട്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കാം. എന്താണെന്നറിയോ? ആദ്യം കാണിച്ച നമ്മുടെ മാനേജറിൻ്റെ കൈ അല്ലേ, ന്യൂസിലാൻഡ് ജനറ്റിക്കൽ ഇഷ്യൂസ്, അതായത് ഈ കൃത്യമായിട്ട് ഈ സംഭവത്തിനെ ഞാൻ ജനറ്റിക്കൽ ഇഷ്യൂസ് ആദ്യം പറഞ്ഞിരുന്നാ ഇല്ല അല്ലേ? 5 പോയിന്റിൽ സോറി കേട്ടാ, ജനറ്റിക്കൽ പ്രശ്നമുള്ള ആളുകളുണ്ട്. അതായത് ഈ നമ്മുടെ യൂറിക് ആസിഡിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് കൃത്യമായിട്ട് പുറത്ത് തള്ളാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ജനറ്റിക്കൽ പ്രോബ്ലമുള്ള ആളുകൾ നമ്മുടെ ഒക്കെ ഇടയിലുണ്ട്. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല, ഒരു പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ന്യൂസിലാൻഡ് പ്രോൺ ടു ഗെറ്റ് ജനറ്റിക്കലി ഭയങ്കര വിഷയമുള്ള സ്ഥലമാണ് സൗത്ത് പസഫിക് ഐലൻഡേഴ്സ് എന്നാണ് പറയണത്, അല്ലെങ്കിൽ ന്യൂസിലാൻഡേഴ്സ്. നിങ്ങൾ ഒരു ഭക്ഷണം കഴിക്കണം എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിയാണ്, ഒരു ഇറച്ചി കൂടുതൽ കഴിക്കും, ടൂ മച്ച് ഇറച്ചി കഴിക്കും. നമ്മൾ കഴിക്കുക ഇറച്ചിയെ പ്രശ്നം, പക്ഷേ ഇവർ കഴിക്കുന്ന കാപ്സ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നോക്കണം. രാവിലെ എണീറ്റ് ഞാൻ പറയാം ഇവരുടെ റുട്ടീൻ എന്താണെന്നുള്ളത്. 4 ബ്രെഡ് കഴിക്കും ബട്ടർ തേച്ചിട്ട്, അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ചേർത്തിട്ട്. എണീറ്റ് അപ്പം തന്നെ ഒരു മൈലോ കുടിക്കും. മൈലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ. ന്യൂസിലാൻഡേഴ്സ് ഇന്ത്യ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ ജോലി പ്ലീസ് കമൻറ്റ് ബില്ലോ. 2 or 3 ടേബിൾ സ്പൂൺ ഒരു കപ്പിൽ, ഇതുപോലത്തെ ഒരു കപ്പ് എടുത്താൽ ഈ കപ്പിൽ ഇത്രയ്ക്കധികം മൈലോ, ബൂസ്റ്റ് ഇല്ലേ അത് ഫുള്ള് കാപ്സായില്ല കേട്ടാ. ബൂസ്റ്റിൻ്റെ അല്ലെങ്കിൽ മൈലോയുടെ കോമ്പോസിഷൻ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇത്രയ്ക്ക് മൈലോ ഇട്ടിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ട് ഒരു മൈലോ മിക്സ് ചെയ്യും. ഇറ്റ് ഹൈ ഷുഗർ ഇൻടേക്ക് ഇൻ ദ മോർണിംഗ്. കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. രാവിലെ എൻ്റെ ടോസ്റ്റ് കഴിച്ചു, ചില ആളുകൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് മീറ്റുള്ള ഭക്ഷണം. ചിലപ്പോൾ മോർണിംഗ് ടീ എന്നാണ് അതിനെ പറയണത്. ചിലപ്പോൾ ബേക്കൺ ഉണ്ടാവും, എഗ് ഉണ്ടാവും, അല്ലെങ്കിൽ സീരിയൽസ്, മോസ്റ്റ്ലി സീരിയൽസ്. ശനി ഞായറാണ് ഇവർ എഗ്ഗോ ബേക്കണോ കഴിക്കുക. സീരിയല് ഒരു ഫുള്ള് സീരിയൽ വിത്ത് ബനാന, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടിട്ടുള്ള യോഗട്ട്, വെരി ഹെൽത്തി എന്ന് പറഞ്ഞാൽ അടിക്കുന്നത്. അല്ലെങ്കിൽ ആഡഡ് ഷുഗർ ഉള്ള സാധനമാണ് ഇവർ കഴിക്കുക. മ്യൂസിലി അല്ലെങ്കിൽ പഞ്ചസാര ചേർത്തിട്ടുള്ള സാധനം അത് കഴിച്ചില്ലേ. ഇത് കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് അറിയോ? ഒരു 9:30 ആകുമ്പോൾ ഇവർക്ക് ദാഹിക്കും. സ്പോർട്സ് ഡ്രിങ്ക്സ് അല്ലാതെ ഞാൻ ഇടയ്ക്ക് എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്, ഇവർ കുടിക്കുന്ന വെള്ളം എന്താണെന്ന്. വെള്ളം കുടിക്കില്ലേ ഇവർ? പഞ്ചസാര ചേർത്തിട്ടുള്ള വെള്ളം കുടിക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് 1 ലിറ്ററിലേക്ക് 120 ഗ്രാം പഞ്ചസാര ചേർത്തിട്ടുള്ള സ്പോർട്സ് ഡ്രിങ്ക് മാത്രമേ ഇവർ കുടിക്കൂ. അല്ലാച്ചെങ്കിൽ കോക്ക് ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പൈസ ഇല്ലാത്തവൻ സിമ്പിളായിട്ടുള്ള രസന പൗഡർ മേടിച്ചിട്ടാണ് ഒരു വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കില്ല. എന്തോരം പഞ്ചാര കയറി. 1/2 ലിറ്ററിൻ്റെ സ്പോർട്സ് ഡ്രിങ്ക് ഉച്ചയ്ക്ക് മുന്നേ കുടിച്ച് തീർത്തിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വരും. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോൾ ഒരു കഴിക്കണത് പ്രിഡോമിനൻ്റ്ലി കാർബ്സ് റിച്ച് ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. അതല്ലാച്ചെങ്കിൽ റാപ്പുകൾ, ഈസി ക്വിക്ക് ലഞ്ചുകളാണ് കഴിക്കുക. എല്ലാം അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ് കഴിക്കുക. കഴിച്ചില്ലേ? ലഞ്ച് കഴിഞ്ഞില്ലേ? ലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗെയിൻ 1/2 ലിറ്റർ ഓഫ് സ്പോർട്സ് ഡ്രിങ്ക്. 3 മണി 3:30 ആകുമ്പോൾ അഗെയിൻ യു ഹാവ് എ കപ്പ് ടീ അല്ലെങ്കിൽ കോഫി വിത്ത് 2 ബിസ്ക്കറ്റ് ഓർ 3 ബിസ്ക്കറ്റ്സ്. അതിനിടയിലൊക്കെ ഒരു ചെയ്യുന്ന കാര്യം എന്താ അറിയോ? പാക്കറ്റ് ചിപ്സ്. അറ്റ്ലീസ്റ്റ് 2 സമയത്തെങ്കിലും ചുരുങ്ങിയത് 50 ഗ്രാം തൂക്കം വരണ അല്ലെങ്കിൽ 100 ഗ്രാം വരണ ചിപ്സ് കഴിക്കും. ഹൈ ഇൻ സോഡിയം, പോളിയോൾ പാത്വേ കൺവേർട്ടഡ് ഇൻ ടു ഫാറ്റ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5:30 ഡിന്നർ കഴിക്കും. 5:30 ഡിന്നർ കഴിക്കുമ്പോഴും ഹൈ കാർബ്സ് റിച്ച് ഫുഡാണ് കഴിക്കണത്. ദെൻ ദേ ഈറ്റ് പ്ലെൻറ്റി മീറ്റ് അലോങ് വിത്ത് ഇറ്റ്. യെസ്, അവർ പ്ലെൻറ്റി എന്ന് പറഞ്ഞാൽ 300 ഗ്രാമൊക്കെയാണ് മാക്സിമം പ്ലെൻറ്റി. പക്ഷേ 1/2 കിലോയിലധികം എന്ത് കഴിക്കും? ഈ സാധനം കഴിക്കും. ചോറ് അല്ലെങ്കിൽ കാർബ്സ് ഉള്ള ഫുഡ്, അതിൻ്റെ കൂട്ടത്തിൽ 3 ബ്രെഡും പ്രോസസ്ഡ് മാർജറിനുള്ള ബട്ടറും തേക്കും. റൈസ്, ബ്രെഡ്, പിന്നെ പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ചില സാലഡുകൾ അല്ലേ, ഈ സുറുമി സാലഡെല്ലാം ഇതൊന്നും പോരാണ്ട് ഒരു പോർഷൻ ഓഫ് മീറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ കുടിക്കണത് മധുര ഡ്രിങ്കാണ്. അതാണ്. അത് കഴിഞ്ഞ് ഗ്യാപ്പ് ടൈം വന്നില്ലേ, 7 മണിക്ക് സപ്പറുണ്ട്. സപ്പറിൻ്റെ ഒപ്പം കഴിക്കണമെന്നറിയോ? അഗെയിൻ ദിസ് മൈലോ, 3 സ്പൂൺ ഇട്ടിട്ടുള്ള മൈലോയും 3 ബിസ്ക്കറ്റും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫോൺ നോക്കിയിരിക്കും. 11 മണി 12:30 ആയിട്ടാണ് ഇവർ ഉറങ്ങുക. ഈ ഉറങ്ങണേക്കാളും തൊട്ട് മുന്നേ ഇവർക്ക് വീണ്ടും ഈ ഷുഗറൊക്കെ ഇറങ്ങിപ്പോയി. അണ്ണം പണി തുടങ്ങി. ഈറ്റ് അഗെയിൻ 11 മണി നേരത്ത് ഫ്രിഡ്ജിൽ വന്ന് നോക്കുമ്പോൾ മെയിൻ മീറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. വാട്ട് ഐ ഈറ്റ്? മേ ബി എ ടോസ്റ്റിൻ്റെ കൂട്ടത്തിൽ ജാമ് തേച്ചിട്ട്. അല്ലെങ്കിൽ ഇവർ കഴിക്കുന്ന സാധനം എന്താണെന്നറിയോ? യു ഡോണ്ട് ഈവൻ ബിലീവ് വാട്ട് ദേ ഈറ്റ്. ഒരു ബൗൾ ഓഫ് റൈസ് വിത്ത് ബട്ടർ ആൻഡ് 3 സ്പൂൺ ഷുഗർ. വെറുതെ ചോറിൽ ബട്ടർ ചേർത്ത് പഞ്ചാര ഇട്ടിട്ടൊരു അടിപൊളിയടിക്കും.
എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യണ ഞാൻ ഒഴിച്ച് ഇപ്പോൾ ഒരു പുതിയൊരു മലയാളി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും ഒഴിച്ചിട്ട് ഒരാൾ പോലും, അതിൽ കുറച്ച് തൂക്കം കുറവുള്ളത് അവികാശമാണ്. ബാക്കി എല്ലാവരും തന്നെ 120 കിലോയ്ക്ക് മേലെയുള്ളവരാ. എന്താ നമ്മൾ മനസ്സിലാക്കിയ ഒബേസിറ്റി, തടിയുള്ളവരാണ്, ഹൈ ഫാറ്റാണ്. അതിൽ 4 പേർക്ക് ഗൗട്ട് അറ്റാക്ക് ഉള്ളവരാണ്. ഇനി യൂറിക് ആസിഡിന് എന്ത്? പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും കഴിക്കുന്നവർ കാണില്ലല്ലോ. മീൻസ് നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ വേറെ. ഞാൻ പറഞ്ഞ ഇവിടെ നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് ഈ ജനറ്റിക്കൽ ഡിസ്പോസൽ ഉണ്ടെന്നാണല്ലോ പറയണേ, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെന്നാണല്ലോ പറയണേ. എന്താണ് ഇത് കാണാത്തത്? ഇറച്ചിയാണോ പ്രശ്നം? എന്നിട്ട് ഇപ്പം കാണിച്ച നമ്മുടെ വിരലിന് പ്രശ്നമുള്ള ഈ ചേട്ടൻ ഇപ്പം പുള്ളിക്ക് ഇല്ല കേട്ടോ. ആ ചേട്ടൻ ആക്ച്വലി ഇറച്ചിയല്ല കുറച്ച്, മറ്റേതാ കുറച്ച്. പുള്ളി ഇപ്പോൾ കൃത്യമായിട്ട് ഇറച്ചി കഴിക്കുന്നുണ്ട്. പുള്ളിക്ക് ഇപ്പോൾ പണ്ട് വന്ന സാധനം അവിടെ ഇരിക്കുക, അതൊക്കെ ഇനി മുറിച്ച് കളയണം. പുള്ളിക്ക് ഗൗട്ട് അറ്റാക്ക് ഇല്ല ഇപ്പോൾ. വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ നോക്കി മോസ്റ്റ് ഒബീസ് കൺട്രീസ് ഇൻ ദ വേൾഡിൽ പസഫിക് ഐലൻഡേഴ്സ്, ടോങ്ങ, തുക്ലാവോ, അമേരിക്കൻ കരീബിയൻ ഐലൻഡുകൾ മുഴുവൻ വരും. കാരണം എന്താണ്? പ്രിഡോമിനൻ്റ്ലി ദേ ആർ ഈറ്റിംഗ് ഹൈ കാർബ്സ് റിച്ച് ഫുഡാണ് കഴിക്കണേ, മീറ്റല്ല. അത്രയ്ക്ക്. എന്നിട്ട് പറയാണ് യൂറിക് ആസിഡ് വന്നു. എങ്ങനെയാണ് വരാണ്ടിരിക്കണേ? ലെസ് മൂവ്മെൻറ്റ്. എക്സസൈസ് ക്യാൻ ഹെൽപ്പ് ടു റിഡ്യൂസ് യൂറിക് ആസിഡ്. യെസ്, എക്സസൈസ് ചെയ്യണ സമയത്ത് യൂറിക് ആസിഡ് കൂടും, കാരണം നമ്മുടെ മസിൽ ബ്രേക്ക് ഡൗൺ ആവും. സോ യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ കൂടും ആ സമയത്ത്, കാരണം പ്യൂരിൻസ് ബ്രേക്ക് ഡൗൺ ആവും, കൂടും. 2 ദിവസം കഴിയുമ്പോൾ സെറ്റിൽ ആയിക്കോളും. ഇനി നിങ്ങൾ കാഴ്ച വെച്ചിട്ടുണ്ടാ, ഈ ജനറ്റിക്കൽ പ്രോബ്ലം ഉള്ള ആളുകൾക്ക് ഇത് ഈ യൂറിക് ആസിഡിൻ്റെ വിഷയം ഇല്ലാത്തവരുണ്ട്, ഉള്ള ആളുകൾക്ക് ഉള്ളവരുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റുക? ഈ പറഞ്ഞ യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ള ടോട്ടൽ ജനങ്ങളിൽ ഏതാണ്ട് 10 അല്ലെങ്കിൽ അതിനും കുറവ് ശതമാനം ആളുകൾക്കാണ് ശരിക്കും ജനറ്റിക്കൽ പ്രോബ്ലം ഉള്ളൂ. പക്ഷെ നമ്മൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ ജനറ്റിക്സ് ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഡോക്ടർ പറഞ്ഞല്ലേ. ഹൗ ഡു യു നോ ദാറ്റ് വെദർ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ടെന്ന്? 10% ആളുള്ളൂ, ആ 10% നിങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നമുക്കത് ബിലീവ് ചെയ്യാനാണ് ഇഷ്ടം. കാരണം എന്താ? ജനറ്റിക്സ് ബിക്കോസ് വി വാണ്ട് ടു സിംപ്ലി ബ്ലെയിം ഓൺ ജനറ്റിക്സ്. അപ്പോൾ പിന്നെ എന്ത്, ഞാൻ തിന്നതും കാര്യമില്ല, അത് എനിക്ക് യൂറിക് ആസിഡ് കൂടും, അങ്ങനെ പറയാൻ എളുപ്പം. അപ്പൊ നമ്മുടെ നാട്ടിലുള്ളവർ ഇങ്ങനെയല്ലല്ലോ കഴിക്കണം. എങ്ങനെ? നാട്ടിലുള്ളവർക്ക് യൂറിക് ആസിഡ് കുറവല്ലേ? ഇപ്പൊ മോൻ പറഞ്ഞ ഒരു റുട്ടീനില് ഇത്രയ്ക്ക് അവർ കഴിക്കുന്നില്ല എന്നല്ലേ ഞാൻ പറഞ്ഞ. നിങ്ങൾ പറ, ഞാനാണോ ഇത് പറയണ്ടേ? നിങ്ങളാണ് പറയണ്ടേ, ഞാനല്ല ഇത് പറയണ്ടേ. നാട്ടിൽ വണ്ണം കുറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്? ഫാറ്റി ലിവർ. ഇപ്പം എൻ്റെ അമ്മയൊക്കെ 41-42 കിലോ തൂക്കമുള്ള സ്ത്രീയാണ്. അവർക്ക് എന്താണ് പ്രഷർ കൂടിയതിൻ്റെ കാരണം? നമ്മുടെ നാടിൻ്റെ പ്രത്യേകത അതാ. കാരണം നമ്മുടെ നാട്ടിൽ മെജോറിറ്റി ആളുകൾക്ക് ഫാറ്റി ലിവർ ഇഷ്യൂസാണ് വരുന്നത്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. നിന്നിപ്പില്ല, സ്ട്രോക്ക് അടിച്ചു, 35 വയസ്സായ സ്ത്രീ മരിച്ചു. എൻ്റെ അമ്മ 40-42 കിലോ തൂക്കമുള്ള സ്ത്രീയാണ്, ബ്ലഡ് പ്രഷർ ടു ഹൈ. നമ്മൾ നോക്കി ഞാൻ വെരി ഫിറ്റ് ലേഡി, നോ പ്രോബ്ലം. കൊളസ്ട്രോളിൻ്റെ ഇഷ്യൂ, ഡയബറ്റിക്കിൻ്റെ തുടക്കം, പ്രീ ഡയബറ്റിക്, പിന്നെ ഹൈ ബ്ലഡ് പ്രഷർ. ഞാനെന്താ പറഞ്ഞ അമ്മ നിങ്ങൾ ഈ കഴിഞ്ഞ 10-68 വർഷമായിട്ട് തിന്നത് വെറും ചോറാണ്. ഒരു ടിഷ്യൂ ജനറേറ്റ് ചെയ്യാൻ ഒരു ഇറച്ചി കഴിച്ചിട്ടില്ല. യു നീഡ് ടു ഈറ്റ് ഇറച്ചി. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ഇറച്ചി ഫ്രം ലാസ്റ്റ് ഇയർ ആൻഡ് നൗ ഷീ ഈസ് ഫീലിംഗ് വെരി ഗുഡ്, വെരി നൈസ്. നോ യൂറിക് ആസിഡ്. മോസ്റ്റ് ഓഫ് ദ ഇഷ്യൂസ് ഗോൺ. ഷീ ആക്ച്വലി സ്റ്റോപ്പ് ടേക്കിംഗ് മോസ്റ്റ് ഓഫ് ദ മെഡിക്കേഷൻ. പ്രഷറിനൊന്നും പുള്ളിക്കാരി മെഡിക്കേഷൻ എടുക്കില്ല. അത് നിങ്ങൾ എടുക്കണം കേട്ടോ, ഞാൻ പറഞ്ഞു മാത്രം. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞു, നിങ്ങളത് കേട്ടിട്ട് ഇതൊന്നും പറഞ്ഞു. ശരിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞു. നാട്ടിലാൾക്കാർ മെലിഞ്ഞിരുന്നാലും ഇവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയ്ക്കധികം കഴിക്കുന്ന ആൾക്കാരല്ല. ബട്ട് യു ലുക്ക് അറ്റ് നൗ ദ നമ്പർ ഓഫ് ഒബേസിറ്റി നമ്പർ കൂടുകയാണ്. 2030 ആകുമ്പോഴേക്കും അമേരിക്കയിൽ ഏതാണ്ട് 50% ആളുകൾ ഓവർ വെയ്റ്റ് അല്ല, ഒബീസ് ആവുമെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിങ്ങൾ നോക്കിക്കോ, പണ്ട് സ്കൂളിലേക്ക് പോണ സമയത്ത് 100 കുട്ടികളിൽ ഒരു കുഞ്ഞാണ് കുറച്ചെങ്കിലും തടിച്ചിരിക്കും. നമ്മളൊക്കെ ഇങ്ങനെ എല്ലാം ഉന്തി പോയായിരുന്ന ആൾക്കാരാ. ആൻഡ് ലുക്ക് അറ്റ് നൗ. കുറേ നേരമായില്ലേ നമ്മൾ എന്താണോ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളതെന്ന് തന്നെ ചിലപ്പോൾ നമ്മളിപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ളത് മാത്രം വീഡിയോ ചെയ്താൽ മതിയായിരുന്നു. അതായത് ഇതിൻ്റെ കൺക്ലൂഷൻ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ ഒരു പാരഗ്രാഫിലേക്ക്, ചെറിയൊരു പാരഗ്രാഫിലേക്ക് ഒതുക്കിക്കൊണ്ടു പറയാം. അതാണ് ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ട് കാതലാക്കി മനസ്സിലാക്കിയത് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊക്കെയുള്ള ധാരണയിൽ പ്യൂരിൻ റിച്ച് ഫുഡ്, അതായത് ഇറച്ചി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കൂടും. അതിൻ്റെ മെറ്റബോളിസം എങ്ങനെയാണ്? ഇറച്ചിയിൽ പ്യൂരിൻ ഉണ്ട്, എ ഉണ്ട്, ജി ഉണ്ട്. നമ്മൾ കഴിക്കുന്നു, ചെറുകുടലിൽ ചെല്ലുന്നു, അവിടെ നിന്ന് ലിവറിലേക്ക് ചെല്ലുന്നു. ഈ 2 പ്യൂരിൻസിനെയും ലിവർ മെറ്റബോളൈസ് ചെയ്യുന്നു. മെറ്റബോളൈസ് ചെയ്യുന്ന സമയത്ത് ഹൈപ്പോസാന്റീൻ ഉണ്ടാകുന്നു. സാന്റീൻ യൂറിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇനി
പ്യൂരിൻസ് ഇല്ലാത്ത ഫ്രക്ടോസ് അല്ലെങ്കിൽ എക്സ്ട്രാ കാർബ്സ് കഴിക്കുന്നത് കൊണ്ട് അത് കൺവേർട്ടായിട്ട് ഉണ്ടാകുന്ന ഫ്രക്ടോസ്, ഗ്ലൂക്കോസ്, ശരീരത്തിൽ തിങ്ങിക്കിടക്കുന്ന ഗ്ലൂക്കോസ്, പഞ്ചസാര, ഇതെല്ലാം തന്നെ ലിവറിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ അതിൽ പ്യൂരിൻ ഇല്ലെങ്കിലും അതിനെ മെറ്റബോളൈസ് ചെയ്യുന്ന സമയത്ത് ATP ആഡ് ഓൺ ചെയ്യപ്പെടുന്നു, ATP ഡിപ്ലീറ്റ് ആകുന്നു, സെപ്പറേറ്റ് ആകുന്നു, സെപ്പറേറ്റ് അതായത് പ്യൂരിൻ സെപ്പറേറ്റ് ആകുന്നു, അതും ഹൈപ്പോശാന്തീനും ചാന്തീനും ആകുന്നു, ആ ശാന്തീനും യൂറിക് ആസിഡ് ആകുന്നു. കള്ള് കുടിക്കുന്ന സമയത്ത് ഫ്രക്ടോസിന്റെ അതേ മെറ്റബോളിസം പോലത്തെ മെറ്റബോളിസം ആണ് കള്ള് മെറ്റബോളൈസ് ആവുന്നത്. അവിടെയും ATP ഡിപ്ലീറ്റ് ആകുന്നുണ്ട്, സെപ്പറേറ്റ് ആകുന്നുണ്ട്, അതായത് അഡ്നൈൻ, അതും വീണ്ടും ഹൈപ്പോശാന്തീനും സാന്തീനും ആകുന്നു, സാന്തീൻ യൂറിക് ആസിഡ് ആകുന്നു. ലിവറിന് അറിയേണ്ട കാര്യമില്ല. എന്ത്, നിങ്ങൾ ഇറച്ചി കഴിച്ചതിനെ മാത്രമേ ഞാൻ യൂറിക് ആസിഡ് ആക്കുന്നു. ലിവർ മറ്റേ റേസിസ്റ്റം അല്ല. ലിവറിന് അറിയേണ്ട കാര്യം ശാന്തി എവിടെ ഉണ്ടോ, ശാന്തിനെ ഞാൻ യൂറിക് ആസിഡ് ആക്കും. ശാന്തിനെ കിട്ടിയ അപ്പം ലിവർ പണിയും. അത് ഇറച്ചിന്ന് വന്നാലും ശരി, മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട് വന്നാലും ശരി, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അല്ലെങ്കിൽ DNA ബ്രേക്ക് ഡൗൺ ആയിട്ട് കിട്ടിയാലും ശരി, ഇവൻ്റെ മെയിൻ പണി ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, യൂറിക് ആസിഡ് ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇറച്ചിയെ മാത്രം കുറ്റം പറയുന്നത് ഇറച്ചിയോട് കാണിക്കുന്ന റേഷ്യൽ ഡിസ്ക്രിമിനേഷനാണ്. റേഷ്യൽ അല്ല കേട്ടോ, ബട്ട് ഇറ്റ് ഈസ് എ ഡിസ്ക്രിമിനേഷൻ ഓൺലി ടുവേർഡ്സ് മീറ്റ്. ചില ആൾക്കാർ കള്ളും പറയാറുണ്ട് അല്ലേ, കള്ളിൻ്റെ മെറ്റബോളിസം ഇത് തന്നെയാണ്. ബിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം ബിയർ ഈസ്റ്റ് കൊണ്ട് ഉണ്ടാക്കണതാ. ഈസ്റ്റിൽ മൊത്തം പ്യൂരിൻ ഉണ്ട്, അതും ബിയറിലുണ്ട്, ആൽക്കഹോളും ഉണ്ട് നിറച്ച. അപ്പം നമ്മൾ ചില ആൾക്കാർ ബിയർ കുടിച്ച് കഴിഞ്ഞാൽ കൂടുതലാണെന്നൊക്കെ നേരത്തെ ഗോൾഡ് പറഞ്ഞ പോലെ പറയുന്നുണ്ടായിരിക്കും. ശരിയാണ്, ഇറച്ചി ശരിയാണ്, ഫ്രക്ടോസും ശരിയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഇതിൽ ഏത് ഐറ്റമാണ്? അളവിൽ പോലും നമ്മൾ ഇറച്ചി കഴിക്കുന്നില്ല എന്നാണ് പറയാൻ ആഗ്രഹിക്കണേ. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചേട്ടാ അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ എല്ലാവർക്കും യൂറിക് ആസിഡിൻ്റെ പ്രശ്നം വരുന്നുണ്ടോയെന്ന്. എല്ലാവരും സിഗരറ്റ് വലിക്കുന്ന എല്ലാവർക്കും മറ്റേ ക്യാൻസർ വരുന്നുണ്ടോ? അങ്ങനെ വരില്ല. കുറേ ആൾക്കാരുടെ ബോഡിയൊക്കെ ഈ സാധനത്തിനെ പുറത്തേക്ക് കളയുന്നുണ്ട്. അതൊക്കെ ഇപ്പം അങ്ങനെയാണെങ്കിൽ തിരിച്ചു ചോദിക്കണം, ഞാൻ 3 വർഷമായിട്ട് കണ്ടമാനം ഇറച്ചി കഴിക്കുന്ന ആളെ എനിക്ക് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം വരുന്നുണ്ടോ? നിർബന്ധമില്ല. പക്ഷേ ഇത് കഴിച്ചിട്ട്, അതായത് പഞ്ചസാര കൂടുതൽ കഴിച്ചത് കൊണ്ട് നമ്മൾ അതിൻ്റെ അളവ് നോക്കുമ്പോൾ ആളുകളിൽ മൊത്തത്തിൽ ഇറച്ചി കഴിക്കുക കുറവുള്ള ആളുകളിലാണെങ്കിൽ പോലും നമ്മൾ ടോട്ടൽ ആളുകളിൽ സർവേ ചെയ്യുമ്പോൾ ഇത് കണ്ടമാനം കയറുന്നുണ്ട്. അതിൽ ഇതിൻ്റെ അസോസിയേഷൻ മറക്കരുത്, അതും നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ പുസ്തകത്തിലൂടെ പെർൽമട്ടർ പറഞ്ഞു വെക്കുന്നത്. ആ പുസ്തകമാണ് ഞാനിവിടെ പറയണത്. നമ്മൾ ഫ്രക്ടോസിനെ ശ്രദ്ധിക്കണം, ഈ എക്സ്ട്രാ കാർബ്സിനെ ശ്രദ്ധിക്കണം. പണ്ട് 15 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന കുട്ടിക്കുരങ്ങ് വലുതായി നമ്മളായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എങ്കിലും പണ്ടുണ്ടായിരുന്ന യൂറിക് ആസിഡ് മാറി യൂറിക് ആസിഡിലേക്ക് വന്നിട്ട് തിരിച്ച് യൂറിക് ആസിഡിലേക്ക് നമ്മൾ പോകാൻ പറ്റിയിട്ടില്ല. പഴയ എൻജിൻ വെച്ചിട്ട് ഓടുന്ന പുതിയ ആധുനിക സമൂഹത്തിലെ മനുഷ്യരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ സിസ്റ്റം ഒന്നും മാറിയിട്ടില്ല. ഇപ്പോൾ ലാക്ടോസിൻ്റെയൊക്കെ കുറച്ച് മാറ്റം, ചില ആൾക്ക് ലാക്ടോസൊക്കെ ഇവല്യൂഷൻ വന്ന് മാറിയിട്ട് ചില ആൾക്കാർക്ക് ലാക്ടോസ് ഉണ്ടാക്കാൻ, ലാക്ടേസ് ഉണ്ട്, പാല് കുറച്ചുകൂടി പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ യൂറിക് ആസിഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സാധനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇറച്ചി മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ ഇറച്ചി മാത്രം കുറച്ചാൽ പോരാ. നമ്മുടെ ടോട്ടൽ ഫുഡ് ഇൻടേക്കിൽ കാർബ്സ് ആണ് കൂടുതൽ കഴിക്കണേ. കാർബ്സ് നമ്മൾ കുറയ്ക്കണം, ഷുഗർ നമ്മൾ കുറയ്ക്കണം, ഫ്രൂട്ട് ജ്യൂസസ് നമ്മൾ കുറയ്ക്കണം, അതല്ലെങ്കിൽ സോഡ ഡ്രിങ്ക്സ് നമ്മൾ കുറയ്ക്കണം, ബിയർ, ആൽക്കോൾ പോലുള്ള സാധനം കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. എസ്പെഷ്യലി നിങ്ങൾക്ക് എലിവേറ്റഡ് യൂറിക് ആസിഡോ ഗ്യൗട്ടോ ഉണ്ടെങ്കിൽ. അപ്പം ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇയാൾ ഫ്രൂട്ട്സ് കഴിക്കേണ്ടെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അല്ല, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ അളവ് കുറയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എസ്പെഷ്യലി നമ്മൾ ഒരു ദിവസം ഇത്രയ്ക്കധികം കാർബ്സ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ മുന്തിരി കഴിച്ചു വരിക, അല്ലെങ്കിൽ ആപ്പിൾ കഴിക്കുക, അല്ലെങ്കിൽ ഓറഞ്ച് കഴിക്കുക എന്ന് പറയുമ്പോൾ അത് എക്സസ് തന്നെയാണ്. അതിൻ്റെ ഉള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ്, മറ്റേ ഇൻഡെക്സ് യെറ്റ് വി ആർ ഈറ്റിംഗ് ടു മച്ച് ഷുഗർ. അതാണ് കൺക്ലൂഷൻ. ഓക്കെ, അല്ലാണ്ട് ഒരു ആപ്പിൾ കഴിക്കേണ്ടതെന്നൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ചോറിനുള്ള സമയത്ത് വേണമെങ്കിൽ ഒരു പക്ഷേ ആ ചോറ് മാറ്റിയിട്ട് ആപ്പിൾ മാത്രം, അതിൻ്റെ കൂട്ടത്തിൽ ഇറച്ചിയും മറ്റുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല നമ്മൾ കഴിക്കണേ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാൻ വരയ്ക്കും. ബൈ ഫോർ നോ, ബൈ ബൈ. ഈ സംഭവം ഞാൻ പറഞ്ഞു പോണതിൻ്റെ ഇടയിലേ ഈ AMP കൈനേസ് നമ്മുടെ സെല്ലുലാർ എനർജീനെ കംപ്ലീറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന സംഗതിയാണ്. രാവിലെ എണിച്ചിട്ട് കുത്തി വെച്ച് ഞാൻ ഇപ്പോൾ ആലോചിക്കുകയായിരുന്നു, കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലത്. അങ്ങനെ AMP കൈനേസ് കുത്തി വയ്ക്കാനുള്ള ഇനി നാളെ എന്നെ ഫോം വെച്ചിട്ട് ചേട്ടാ ഈ ഇഞ്ചക്ഷൻ ഒരെണ്ണം കിട്ടുമോ, തടി കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ വിളിക്കണ്ട കേട്ടാ. ഞാനൊരു മെറ്റഫോർ പറഞ്ഞു എന്നേ ഉള്ളൂ, അങ്ങനെ ഇല്ല. ഞാനതിന് മറുപടി പറഞ്ഞു. ഞാനത് പറഞ്ഞപ്പോൾ പറയാൻ പോകുന്നത്, അതായത്
ഞാനൊരു പരിപാടി അവതരിപ്പിക്കാൻ അത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം അവതരിപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈവൻ ഗോള് പറയും കണ്ണ് തുറപ്പിച്ചിട്ടാണ് പറയുന്നതെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞാലേ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് നിർഗളമായിട്ട് എൻ്റെ വാക്കുകൾ വരുള്ളൂ. അതല്ലാണ്ട് ഇപ്പോൾ ഇത് വന്നിട്ട് AMP കൈനേസ് നമ്മുടെ ശരീരത്തിൽ വെച്ച് കഴിഞ്ഞാൽ സെല്ലുലാർ എനർജി റെഗുലേറ്റ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ അവതരിപ്പിക്കാൻ അറിയില്ല. ഇപ്പം ഞാൻ വളരെ ശാന്തമായിട്ടില്ലേ പറഞ്ഞേ, ശാന്ത. ഇപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫുൾ സ്റ്റൈലൊന്നും മാറ്റിയിട്ട് വളരെ കുലീനനായിട്ടും പൊളൈറ്റായിട്ടും. ഞാൻ കുലീനനല്ല. ഐ ആം നോട്ട് എ നോബിൾ മാൻ. Thank you, Kona, for your very valuable time.